വിഷയം കോടതിയാണ്. കോടതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നീതി ന്യായം ഒക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനം. അതാണ് കോടതി കൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ. ഏത് തരം കോടതി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ആ സ്ഥാപനത്തെ ആണോ, അവിടെ നടക്കുന്ന വ്യവഹാരങ്ങളിലൊക്കെ നീതിയും ന്യായവും ഉറപ്പ് വരുത്താറുണ്ടോ, എങ്ങനെയാണ് ഓരോരുത്തരുടെ അനുഭവം? എപ്പോഴും അവസാന വാക്കായിട്ട് നമ്മൾ ജുഡീഷ്യറിയാണ് ചാരി നിൽക്കുന്നത്, കറപ്റ്റ് അല്ലാത്ത എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സ്ഥലം അതാണ് കോടതി. പക്ഷേ ഈ കോടതിയിൽ ഉണ്ടാവുന്ന ഒരു അല്ലെങ്കിൽ തിരിച്ചു പറയട്ടെ, കോടതിയിൽ എന്തെങ്കിലും ഒരു അപ്രൂവൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് കോടതി എന്ന് സ്വയം വിളിക്കപ്പെടാത്ത ഒരുപാട് മറ്റ് സ്ഥാപനങ്ങൾ കൂടെ ചേർത്ത് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു ആ കോടതി എന്നുള്ള വാക്ക് അർത്ഥവത്താവാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരു ജനകീയ കോടതി, അത് നമ്മൾ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കോടതിയല്ല. ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ ഇപ്പം ആ പണി ചെയ്യുന്ന ജനകീയ വിചാരണയൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പം ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഏറെക്കുറെ മാധ്യമങ്ങളാണ്. എല്ലാ ദിവസവും രാത്രി നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണും, അതൊരു തരം കോടതിയാണ്. മതങ്ങളിൽ ഇതേ തരം കോടതി എന്ന് പറയുന്നത് അവിടെ നടത്തിക്കൊണ്ട് പോകുന്നു. കോടതിയിലെ കാര്യങ്ങൾ പോലെ തന്നെ മതങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. ഇത് കൂടാതെ നമ്മൾ ഓരോരുത്തരും പറയുന്ന മനസാക്ഷിയുടെ കോടതി എന്ന് പറയുന്ന അകമേ തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കോടതി, ഇത് കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഒരു കൺസെൻറ്റ് വാങ്ങിക്കലാണ്. ഇതിൻ്റെ മുമ്പത്തെ ഒരു സെഷനിൽ ശ്രീ സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഗ്രാംഷി പറഞ്ഞ ഒരു കൺസെൻ്റ് ഉണ്ട്, നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കേണ്ട ഒരു കൺസെൻറ്റ്. അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അപ്പാരറ്റസ് ഏതാണ്? ഈ നമ്മളെ കേസിലാണെങ്കിൽ പാട്രിയാർക്കിയാണ് വാല്യൂ സിസ്റ്റം എന്നറിയാം. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പ് വരുത്തുന്ന, അത് ഉണ്ടാക്കിയെടുക്കുന്ന, ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു കൺസെൻ്റ് ഉണ്ട്. ആ കൺസെൻ്റ് ആണ് നമ്മളുടെ ഉണ്ടാവുന്ന മനസാക്ഷിയുടെ കോടതി എന്ന് പറയുന്ന സ്ഥലത്ത് ഉൽപ്പാദിക്കപ്പെട്ടത്. ഇത് തന്നെയാണ് ജനകീയ കോടതികളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇത് തന്നെയാണ് ഈ സോ കോൾഡ് കോടതി എന്ന അർത്ഥത്തിലും അവിടെയും നടന്നു വരുന്ന എല്ലാ വ്യവഹാരങ്ങളിലും. ഇതൊക്കെ ഇൻ്റർലിങ്ക്ഡ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ കോടതി വിധികൾ കണ്ടാൽ ഇതിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഈ നീതിബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത തെറ്റുകളിലൊക്കെ കൺസെൻറ്റോടുകൂടി നമ്മൾ എൻഡോസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് കോടതികൾ ഇന്നത്തെ നിലയ്ക്ക്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, എനിക്ക് ഈ കോടതികളിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇവിടെ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞ പണി മോഡറേറ്റ് ചെയ്യാനാണ്. ഇവിടെയുള്ള എല്ലാവരും അവരവരുടെ രീതികളിൽ അവരവർക്ക് കോടതിയുമായിട്ട് അവരുടെ ടേക്സ് എന്താണെന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യും. മോഡറേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബേസിക്കലി ഭയങ്കര തീവ്രവാദം നടത്തുന്ന ഒരാളായതുകൊണ്ട് ആ പണി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും വിധം ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കാം. ഏതായാലും കൂടെ ഇരിക്കുന്നവർ പല നിലയ്ക്കും ഈ പറഞ്ഞ സ്ഥലത്ത് കോടതിയിൽ നീതി നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് അതവർ ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 15 മിനിറ്റ് മുമ്പേ മുതൽ സെഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യും എന്ന് ആലോചിക്കുന്നു. ആ 15 മിനിറ്റിലാണ് ഇൻട്രാക്ഷൻ എന്നാണ് തീരുമാനം. അതുവരെ നമുക്ക് ബാക്കിയുള്ളവർ അവരവർക്ക് കോടതിയിൽ ഉണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരവരുടെ കോടതിയെപ്പറ്റി ഓരോരുത്തർക്കും പറയാനുള്ളത് എന്താണെന്നോ നമുക്ക് കേൾക്കാൻ തോന്നുന്നു. എനിക്കൊന്ന് ഭാഗ്യലക്ഷ്മി എന്ന് തുടങ്ങാം. എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് കോടതിയിൽ കയറിയ അനുഭവം ഉള്ളതുകൊണ്ട് നേരത്തെ ദീദി പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും കോടതിയിൽ ഒരു കാരണവശാലും കയറരുത് എന്ന് ദൃഢനിശ്ചയം എടുത്തൊരു സ്ത്രീയാണ്. കാരണം അവിടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം നമ്മുടെ മുമ്പിൽ അഡ്വക്കേറ്റ് സജി സാർ ഇരിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല. കാരണം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ലോകം എന്ന് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ എന്നെപ്പോലെയല്ല മറ്റുള്ളവർ എന്ന് നമുക്ക് അനുഭവം വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ കോടതികളിൽ ഏറ്റവും അധികം സ്ത്രീകൾ കയറുന്നത്, ഒന്ന് ഗാർഹിക പീഡനം, 2 ലൈംഗിക പീഡനം. ഈ ഗാർഹിക പീഡനത്തിൽ പെടുന്നത് തന്നെയാണ് വിവാഹമോചനം അല്ലെങ്കിൽ കുടുംബ കോടതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ
എനിക്ക് കോടതിയോട് പറയാൻ സാധിച്ചു, എനിക്ക് കോടതിയിൽ പരസ്യമായി വന്ന് നിൽക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് പറയുകയും അതിനൊരു ചെറിയ ഫീസ് അടച്ച് ഞാനൊരു പ്രൈവറ്റ് ഒരു റൂമിലിരുന്ന് സംസാരിക്കാനുള്ളൊരു സംവിധാനം എനിക്ക് ഉണ്ടാക്കി തന്നു. പക്ഷേ സാധാരണക്കാർ എന്ന് വെച്ചാൽ വളരെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ട്. ജീവിതത്തിൽ നിവൃത്തികേട് കൊണ്ട് അവിടെ വന്ന് നിൽക്കേണ്ടി വരുന്ന കുറേ സ്ത്രീകളുണ്ട്. പലപ്പോഴും കോടതി കയറുന്ന സ്ത്രീ, കോടതിയിൽ കേസ് കൊടുക്കുന്ന സ്ത്രീ, അതായത് പുരുഷൻ കേസ് കൊടുത്താൽ അത് ഫേസ് ചെയ്യുന്ന സ്ത്രീയോട് സഹതാപവും, അതേസമയം സ്ത്രീ കേസ് കൊടുത്താൽ കേസ് കൊടുക്കുന്ന സ്ത്രീയോട് അവൾ അഹങ്കാരി അല്ലെങ്കിൽ അവൾ ധാർഷ്ട്യക്കാരി എന്നുള്ളൊരു മനോഭാവം പൊതുവെ സമൂഹത്തിനുണ്ട്. കോടതിക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ ഇല്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരു വിവാഹമോചനത്തിനാവട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് അത്തരത്തിൽ മോശമായി പെരുമാറിയ രീതിയിൽ നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആദ്യം കോടതി ചോദിക്കുന്നത്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ കാര്യങ്ങളല്ലേ, ഇതിനൊക്കെ എന്താണ്, ഇപ്പം അയാളൊന്ന് മുട്ടി, അയാളൊരു സോറി പറഞ്ഞു, തീർന്നില്ലേ, അല്ലെങ്കിൽ അയാളൊന്ന് തോണ്ടി. അപ്പോൾ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ മുൻപാകെ കൊണ്ടുവരുന്നത് അവരുടെ വീട്ടുകാരും സമൂഹവും ഒപ്പം കോടതിയിൽ തന്നെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് വളരെ കണ്ണ് നിറഞ്ഞു പോയി അന്ന്. അതായത് ഒരു സ്ത്രീ, സാമാന്യം നല്ല വണ്ണമുള്ള നല്ല ശരീരമുള്ള ഒരു സ്ത്രീയായിരുന്നു, നല്ല തടിച്ചിട്ട്. അവർക്ക് ചെറിയ റൂമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഒന്ന് കോടതിയിൽ വന്നേ പറ്റൂ ആദ്യത്തെ ദിവസം. അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ഞാനിത് കണ്ടത്. അവിടെ ചെന്നപ്പോൾ അവരുടെ ശരീരവും അതിനെക്കുറിച്ചുമുള്ള വർണ്ണനകൾ വക്കീലന്മാരും കോടതിയിൽ മറ്റ് കേസുകൾ വാദിക്കാൻ വന്നവരും എല്ലാവരും അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള നോട്ടവും വിമർശനങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇവരവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ സത്യത്തിൽ വീട്ടിൽ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഞാനിങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത്. പക്ഷെ അവിടത്തേക്കാൾ പീഡനമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിത് വിഡ്രോ ചെയ്യണോ? ഇങ്ങനെ ഞാൻ എത്ര നാൾ ഈ കേസ് തള്ളിക്കൊണ്ട് പോകും? എത്ര നാൾ ഇതുപോലുള്ള നോട്ടങ്ങളും ഇങ്ങനെയുള്ള പരിഹാസങ്ങളും ഞാൻ സഹിക്കണം എന്ന് ഒരു സ്ത്രീ പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീ കോടതിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങൾ, വിമർശനങ്ങൾ ഞാൻ നേരിട്ട് കാണുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ വീണ്ടും ഞാൻ സംസാരിക്കും. ഞാൻ ആർക്കാ കൊടുക്കണ്ടേ? ഭാഗ്യലക്ഷ്മി, എനിക്ക് തോന്നുന്ന ഒരു ഫേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഏറ്റവും കറൻ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കൂടി ഭാഗ്യലക്ഷ്മി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോടതി എന്താണെന്ന് എനിക്ക് ഉഷ പറഞ്ഞു തന്ന, നിയമവും നീതിയും ഒക്കെ നടപ്പാക്കുന്ന സ്ഥലമെന്ന് ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. എനിക്ക് ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ, വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ഉഷയുടെ നമ്പറിലാണ്. ഉഷ എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് ഉഷ പറഞ്ഞത്, അത് സ്റ്റാൻഡ് ചെയ്യാൻ നിനക്ക് പറ്റില്ല, അതിന് ഇത്രയും സ്റ്റാമിന പോരാ, ഞാൻ എത്ര വക്കീലന്മാരുടെ നമ്പർ വേണമെങ്കിലും നിനക്ക് തരാം, പക്ഷേ അത് ഒഴിവാക്കിയേക്കുക, അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് പോവരുത്, ഇപ്പം നോക്കേണ്ടത് നിൻ്റെ ആരോഗ്യമാണ് എന്ന് പറഞ്ഞ്. പ്രത്യേകിച്ച് ഞാൻ അതുവരെ വിചാരിച്ചത് വലിയൊരു ഫൈറ്റർ എൻ്റെ മുമ്പിൽ ഉഷ, ഒരു വലിയൊരു എക്സ്റ്റെൻറ്റ് വരെ ഉഷ ആ ഫൈറ്റിൽ നേടിയെടുത്തിട്ടുമുണ്ട്. പക്ഷേ ആ ആളുടെ അടുത്തുനിന്ന് എനിക്ക് തീർത്തും വ്യത്യാസമുള്ള ഒരു പിക്ചറാണ് കിട്ടിയത്. ഞാൻ ഉഷ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു, തോറ്റുകൊണ്ട് ജയിക്കുകയുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഉഷയ്ക്ക് കൂടുതൽ പറയാനുണ്ടാവും. ദീദി പറഞ്ഞ പോലെ തന്നെ ഈ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടാവുമ്പോൾ അതൊരു വിജയമാവുന്നില്ല പലപ്പോഴും. കാരണം നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങൾക്കായിട്ടുള്ള സമയവും ഊർജവും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ തെറ്റിനെ നേരിടാൻ വേണ്ടി നമ്മുടെ ജീവിതവും നമ്മുടെ ഊർജവും കളയുന്ന ഒരവസ്ഥ
ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഫൈറ്റിംഗ് എന്നുള്ളത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആൾ നമ്മളുടെ ദിവസവുമുള്ള സമയവും അതുപോലെ നമ്മുടെ ബന്ധങ്ങളും നമ്മളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും നമ്മളുടെ താല്പര്യങ്ങളും ഒക്കെ ബലി കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ വലിയൊരളവിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുകയോ അല്ലെങ്കിൽ നീതിയുടെ ചരിത്രത്തിൽ ഒരു വലിയ അടയാളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ കോടതിയെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നീതിയുടെ ഒരു ചതുരമായിട്ട് നമ്മൾ കോടതിയെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ആണധികാരത്തിൻ്റെ വലിയൊരു ചതുപ്പാണ് കോടതി. അതിൽ നമ്മൾ വീഴുകയാണ് ശരിക്കും. എനിക്ക് എൻ്റെ ഈ ഫൈറ്റിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില വസ്തുതകളോട് അല്ലെങ്കിൽ ചില സംഭവങ്ങളോട് പ്രതികരിച്ച് നിൽക്കേണ്ട വന്നപ്പോൾ എന്നോടൊപ്പം ഞാൻ ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല. നമ്മളുടെ സ്ത്രീ സംഘടനകളും ഈ കാര്യത്തിൽ താല്പര്യമുള്ള ഒരുപാട് പേരൊക്കെ നിൽക്കുമ്പോഴും അതിന് വലിയ പരിമിതിയുണ്ട്. കാരണം ഈ കോടതിയുടെ ഈ ചതുപ്പിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, അതായത് നമുക്ക് മാത്രമാകുന്ന കുറേ ഇടങ്ങളും കുറേ ഇടകളും ഉണ്ടാക്കി വെക്കും. അപ്പോൾ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുത്തുകയും നമ്മളെ ഒറ്റയ്ക്ക് ആക്കുകയും ചെയ്യുന്നതും ഇങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതല്ലെങ്കിൽ ആ ഫൈറ്റിംഗ് തന്നെ ഒരു തോൽവിയായി മാറും. അതിനുശേഷം ഞാൻ കുറേ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആദിവാസികളുടെയും പ്രത്യേകിച്ച് ആദിവാസി സ്ത്രീകളുടെയൊക്കെ കേസുകളിൽ കോടതിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നീതി എന്ന് പറയുന്നത് ശരിക്കും പുരുഷൻ്റെ കയ്യിലുള്ളൊരു സംഭവമാണ്. അതിൽ അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ മുഴുവൻ ആണധികാരത്തിൻ്റെ പിടിയിൽ അമർന്നിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. പിന്നെ ഇങ്ങനെ സ്ത്രീയെ പ്രലോഭിപ്പിച്ച് ഇവിടെ നീതി ഉണ്ടെന്ന് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അവസാനം നീതി കിട്ടുന്ന ഒരാളായിരിക്കും ഒരു ആദിവാസി സ്ത്രീ. അതാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഈ നമ്മളുണ്ടാക്കിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താൻ എത്രമാത്രം എല്ലാവർക്കും പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ എന്തോ ഒരു എന്താ പറയുക, ഈ മാസം 1-ാം തീയതി ഞാനൊരു ആദിവാസി പെൺകുട്ടിയുടെ ഒരു കേസിൽ സാക്ഷിയായിട്ട് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം ആ കുട്ടി 80% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് മരിച്ചത്. അത് 2008 സംഭവമാണ്. അങ്ങനെയാണ് പൊള്ളലേറ്റ്. അജിതയൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ സ്നേഹപൂർവ്വം വളരെ പരിഗണനയോടുകൂടി ആ കുട്ടിയെ നോക്കി. പക്ഷെ 2 മാസം ഇവിടെ കിടന്നെങ്കിൽ അവസാനം മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ കേസിൽ ഭർത്താവ് തന്നെയാണ് മണ്ണെണ്ണ ഒഴിച്ച് പൊള്ളിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു 6ാമത്തെ സാക്ഷിയാണ് ഞാൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോട് അടുപ്പിച്ച് തന്നെ അത് വന്നു. ഒരു യാദൃശ്ചികമാണ്. പക്ഷേ അതിൽ കുറേ, കാരണം നമ്മൾ ആ കുട്ടി അവസാനം പൊള്ളലേറ്റ് മരിച്ച് ഈ മനുഷ്യ മാംസത്തിൻ്റെ ഈ വെന്ത് കഴിഞ്ഞ മാംസത്തിൻ്റെ മണവുമായിട്ട് ഞങ്ങളിവിടുന്ന് ഒരു ആംബുലൻസിൽ അട്ടപ്പാടിക്ക് പോവാണ്. 300 അല്ലെങ്കിൽ 200 കിലോമീറ്റർ അകലെ ഈ തമിഴ്നാട് നീലഗിരി ജില്ലയുടെ തൊട്ടടുത്താണ് ആ കുട്ടിയുടെ സെറ്റിൽമെൻറ്റ്. അവിടെ പോകുമ്പോൾ ഈ ഞങ്ങളിലൊക്കെ ഈ അടഞ്ഞ വാഹനത്തിനുള്ളിൽ ഈ വെന്ത മനുഷ്യമാംസത്തിൻ്റെ മണമായിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ കൃത്യമായിട്ട് SC/ST അട്രോസിറ്റി ആക്റ്റ് ഉണ്ട്. ആദിവാസി സ്ത്രീയെ അല്ലെങ്കിൽ ആദിവാസി എന്ന് വിളിച്ചാൽ പോലും, ആദിവാസിയുടെ ജാതിപ്പേര് വിളിച്ചാൽ പോലും വലിയ കുറ്റമാകുന്ന നിയമമൊക്കെ അന്നുണ്ട്. ഇപ്പോൾ 2012 വീണ്ടും അത് കുറച്ചുകൂടെ പരിഷ്കരിച്ചൊക്കെ വന്നു. പക്ഷേ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടിക്ക്, മിടുക്കിയായ പെൺകുട്ടി, BSc ഫിസിക്സ് മഹാരാജാസ് കോളേജിൽ നിന്ന് 1-ാം ക്ലാസ്സോടുകൂടി പാസ്സായ ആദിവാസി സമൂഹത്തിലെ മിടുക്കിയായ കുട്ടിയാണ്. പക്ഷേ അവൾക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം 9ാമത്തെ വർഷം ഞാൻ കയറി ഈ സാക്ഷിക്കൂട്ടിൽ നിന്നുകൊണ്ട് ഒരു കാര്യവും ഇല്ലാത്ത ഇതിൻ്റെ എല്ലാ അന്തസ്സത്തെയും ചോർന്നു പോകുന്ന ഒരു ചതുരത്തിൽ നിന്നിട്ട് ഒരു ജീവിതം പുലർത്താൻ വേണ്ടി വക്കീൽ പണി ചെയ്യുന്ന ഒരാളുടെ തീർത്തും ദുരുപദിഷ്ടമായ ചോദ്യങ്ങൾക്ക് ഞാൻ നിന്നു കൊടുക്കുകയാണ്. എന്തിനാണ് എനിക്ക് അപ്പം പെട്ടെന്ന് ഇയാളുടെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പക്ഷെ എനിക്കിപ്പോൾ ഇന്ന് പഴയ പോലെയല്ല, ഒരു ചിരിയോടുകൂടി പുച്ഛത്തോടു കൂടി തന്നെ അയാളെ നേരിടാൻ പറ്റും. പക്ഷെ എനിക്ക് അപ്പോഴും തോന്നിയത് ഈ എൻ്റെ കൂടെ ജോലി ചെയ്ത ആ ആദിവാസി പെൺകുട്ടിയുടെ
ആ വെന്ത മാംസത്തിൻ്റെ മണം വീണ്ടും ആ കോടതിയിൽ ഇങ്ങനെ വന്നതായിട്ട് എനിക്ക് തോന്നി. ഭയങ്കരമായി വിഷമവും. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ വീണ്ടും നമ്മൾ ഈ നാടകത്തിലേക്ക് വരുന്നു. പിന്നെയും ഞാൻ എല്ലാവരോടും പറയേണ്ടതുണ്ട്, ഏറ്റവും അവസാനം നീതിപീഠമുണ്ട്. നമ്മളെ എല്ലാവരെയും അവിടെ വളരെ എന്താ പറയുക, കൃത്യമായും നിഷ്പക്ഷമായും നീതി കിട്ടാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ നീതി കിട്ടുന്നുണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇതിനോട് ചേർന്ന്, കാരണം ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മുടെ മാർച്ച് 8-ന് വനിതാ ദിനത്തിന് രാജസ്ഥാനിൽ നിന്ന് നമുക്കൊരു അതിഥി എത്തിയിരുന്നു കേരളത്തിൽ. 1992 അവിടെ ഈ അംഗൻവാടി പ്രവർത്തകയെ പോലെ ഒരു പ്രവർത്തകയായി ജോലി ചെയ്തിരുന്ന ബൻവാരി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ അന്ന് അവിടുത്തെ കുറേ ഈ ഏർലി മാരേജസിന് എതിരായിട്ട് പ്രചരണങ്ങളൊക്കെ നടത്തുകയും ബോധവൽക്കരണമൊക്കെ നടത്തുകയുമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവരെ ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിലായിരുന്നു അത് കൂടുതലായിട്ട് നടന്നിരുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഈ ബാലവിവാഹത്തിനെതിരായി ഇവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്തതിന് ശേഷം രാജസ്ഥാനിലെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്, ഈ ബലാത്സംഗം ചെയ്ത ആൾ അവിടുത്തെ ഉയർന്ന ജാതിക്കാരായതുകൊണ്ട് തന്നെ ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ബൻവാരി ദേവിയെ തൊടാൻ അവർക്ക് ജാതിപരമായ വിശ്വാസങ്ങളാലും ആചാരങ്ങളാലും പറ്റാത്തത് കൊണ്ട് ബലാത്സംഗം നടന്നിട്ടുണ്ടാവില്ല എന്ന് വിധിക്കുകയും ചെയ്തു. അതിനുശേഷം അവരുടെ കേസിലാണ് തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി തൊഴിലെടുക്കാൻ ജീവിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ടാകണമെന്നുള്ള രീതിയിലുള്ള സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വരികയും പിന്നീട് അത് നിയമമായി വരികയൊക്കെ ചെയ്ത്. അപ്പോൾ ഈ ബൻവാരി ദേവി വന്ന സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അവിടെ ഒരു പത്രക്കാരൻ അവരോട് ചോദിച്ചു, ഇത്ര കാലമായിട്ടും നിങ്ങളുടെ കേസിൽ വിധി വന്നില്ല എന്നുള്ളതിൽ, ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കേസ്, അപ്പം അതിൽ വിഷമമില്ലേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ പേരക്കുട്ടികളെ മടിയിലിരുത്തി ഞാൻ ഒരു ദിവസം അവരെ താഴെ വെച്ച് ഞാൻ അമ്മുമ്മ ഇന്ന് കോടതിയിൽ പോവുകയാണ്, പണ്ട് ഒരു ബലാത്സംഗം ചെയ്ത കേസിൻ്റെ വിധി വരാനുണ്ടെന്ന് പറയുമ്പോൾ ഞാനല്ല ലജ്ജിക്കുന്നത്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആ ബൻവാരി ദേവി നിൽക്കുന്നിടത്താണ് സ്ത്രീക്കുള്ള നീതിയുടെ ഒരു ഇടം എന്ന് എനിക്ക് തോന്നുന്നു. അതും കൂടിയാണ്, അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ എന്താ പറയുക, നീതിക്ക് അതിൻ്റെ ഒരു പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ ഈ ഒരു എന്താ പറയുക, ആണധികാരത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് ഇടുന്നതിൽ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക്, കാരണം നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഐഡിയൽ സ്പേസ് അല്ല. അതുകൊണ്ട് തന്നെ ആണധികാരവും പവർ കൃത്യമായി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെയും സ്വാധീനം നമ്മുടെ കോടതികളിലുണ്ട്. പിന്നെ കോടതിയുടെ സ്ട്രക്ചർ തന്നെ, കാരണം ഈ സ്ത്രീക്കോ ഒരു പെൺകുട്ടിക്കോ പോകാനും അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ പറയാനും എന്നുള്ളൊരു സംവിധാനം ഇല്ല. ഇപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ ഏറ്റവും നല്ല ശക്തമായ നിയമമുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു രീതി കണ്ടാൽ ആ നിയമത്തിൻ്റെ ആ സ്പിരിറ്റ്, അതിൻ്റെ മുഴുവൻ സത്തയും പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോടതിയിൽ സ്ത്രീ എന്ന് പറയുന്നതിന് വളരെ എന്താ പറയുക, വളരെ വലിയ ഒരുപാട് ആഴത്തിലും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തവുമായ തലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അജീച്ചിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ ഉഷയുടെ ഫൈറ്റ് ഒരു വലിയ ഫൈറ്റായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി വർത്ത് വൈൽ. കാരണം ഇന്ന് വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റിൻ്റെ ഒരു പരാതിയുമായിട്ട് ഒരാൾ ആദ്യം ആലോചിക്കുന്ന പേര് ഉഷയുടെ പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉഷയുടെ സമരം ആ നിലയ്ക്ക് വലിയ വിജയമായിരുന്നു എന്ന് തന്നെ ആ ചരിത്രം വിലയിരുത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് എനിക്ക് അജീച്ചിനെ പറ്റിയും പറയാനുള്ളത്. അജിത എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ എന്നെപ്പോലെ ഒരുവിധം പെട്ട സ്ത്രീകൾക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പം എനിക്ക് തോന്നുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോയി നീതി നേടിക്കളയാം എന്നോ അതുവഴി അങ്ങനെ കോടതിയിലെത്തുമെന്നോ ഒക്കെ വിചാരിക്കുന്നതിന് മുമ്പേ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ആദ്യം ചിന്തിക്കാവുന്ന ഒരു പേരാണ് അജിത. അജിതയുടെ ഒരു ഓഫീസുണ്ട് എനിക്ക് പോയി കാര്യങ്ങൾ പറയാൻ, അത് അന്വേഷിച്ച ഓഫീസാണ്. ഉഷയുടെ കേസിലുള്ള കാര്യം തന്നെയാണ് അജീച്ചിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. ഒരു പോരാട്ടവും അജീച്ചിക്ക്
തോറ്റ പോരാട്ടങ്ങളായിട്ട് കാണാറേ ഇല്ല. തോറ്റുപോയി എന്ന് തോന്നിയ സമയത്ത് അജീഷിനെ വിളിക്കുമ്പോൾ അജീഷ് പറയാറുള്ളത് തോറ്റു എന്നാരാണ് പറഞ്ഞത്, നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ജയം. ഐസ്ക്രീം പാർലർ കേസിൽ എല്ലാ സാക്ഷികളും മൊഴിമാറ്റി പറഞ്ഞിട്ട് അജീഷിനെ ഇൻ്റർവ്യൂ ചെയ്ത രാത്രി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് റിപ്പോർട്ടർ നികേഷ് ആയിരുന്നു തോന്നുന്നു. ചോദിച്ച ചോദ്യത്തിന് അജീഷിയുടെ മറുപടി തോറ്റുപോയല്ലോ, എന്ത് തോന്നുന്നു, എല്ലാവരും മൊഴി മാറ്റി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അജീഷ് പറഞ്ഞ തോറ്റുപോയത് ഇവിടുത്തെ സിവിൽ സമൂഹം മാത്രമാണ്, ഞാൻ എൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ്. അത് നമ്മളെപ്പോലെ ഒരുപാട് സ്ത്രീകൾക്ക് വലിയ ഊർജ്ജമായിരുന്നു. എനിക്ക് തോന്നുന്നു കോടതിയെ പറ്റി അത്ര അധികം അനുഭവങ്ങളുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അജീഷ് 1-2 കേസുകളെ പറ്റിയെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കട്ടെ. താങ്ക് യു ദീദി. കോടതിയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വളരെ വിപുലമായൊരു വിഷയമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ വാദിയുണ്ട്, പ്രതിയുണ്ട്, വക്കീലന്മാരുണ്ട്, കോടതിയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങളൊക്കെ അന്വേഷി എന്ന സംഘടന ഇത്രയും കാലം കോടതി എന്ന സ്ഥാപനത്തെ സമീപിച്ചിട്ടുള്ളത് നീതിക്ക് വേണ്ടിയാണ്. സ്ത്രീക്ക് നീതി ലഭിക്കാൻ ഇന്ന് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തൽക്കാലം ഇല്ല എന്ന് ഇനി പറയാൻ പറ്റുള്ളൂ. അപ്പം വിമൻസ് റൈറ്റ്സിന് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിയമങ്ങൾ ഉപയോഗിക്കുക. നിയമങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പം 498A സ്ത്രീധന പീഡനം എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീധനം മാത്രമല്ല, അതിൽ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും കൈകാര്യം ചെയ്യാനുള്ള വകുപ്പുകളുണ്ട് എന്ന് പറയുന്നു. അതുപോലെ PWDV ആക്ട്, അത് ഗാർഹിക പീഡന നിരോധന നിയമം, പിന്നെ പോക്സോ ആക്ട്, നേരത്തെ ഉഷ പറഞ്ഞ കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക പീഡനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിയമം, ഇങ്ങനെയുള്ള പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ക്രിമിനൽ അമെൻമെൻറ്റ് ആക്ട്, ഇങ്ങനെ കുറേ നിയമങ്ങൾ സ്ത്രീ സംഘടനകളും മറ്റു സ്ത്രീ പോരാളികളുമൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് നേടിയെത്ത കുറേ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ നിയമങ്ങൾക്ക് ഞങ്ങളുടെ പേരിലുള്ള ആശ്വാസം നമുക്ക് കിട്ടേണ്ടത് കോടതി എന്ന വേദിയിലൂടെയാണ്. പക്ഷേ ഈ കോടതി എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം വെച്ച് തികച്ചും സ്ത്രീ വിരുദ്ധമാണ് എന്ന് നേരത്തെ ഉഷ പറഞ്ഞു, ഭാഗ്യലക്ഷ്മി പറഞ്ഞു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ പോവില്ല എന്നുള്ളത്. കോടതിയിൽ എനിക്ക് നീതി ലഭിക്കും. ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഒരു വാദിയായാലും ഒരു പ്രതിയായാലും എൻ്റെ നേരെ തെറ്റുണ്ടായിട്ടുണ്ട്, എനിക്ക് നേരെ അനീതി ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്ന സ്ത്രീകൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നേരത്തെ ബൻവാരി ദേവിയുടെ കാര്യം പറഞ്ഞു, അതിൻ്റെ മുമ്പുണ്ടായിരുന്നില്ലേ ഒരു മഥുര റേപ്പ് കേസ്? അതിലെന്താ ഉണ്ടായത്? ഏറ്റവും ആദ്യം സ്ത്രീ സംഘടനകൾ ഇന്ത്യയിൽ യോജിച്ചത് മഥുരയുടെ കേസിലാണ്. ഒരു ആദിവാസി പെൺകുട്ടി അവളുടെ കാമുകനോടൊപ്പം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു. അപ്പം പോലീസ് അവരെ പിടിക്കുന്നു. വീട്ടുകാർ മിസ്സിംഗ് പെറ്റീഷൻ കൊടുത്തപ്പോൾ പോലീസ് പിടിച്ചു കൊണ്ടുവന്ന് അച്ഛനും സഹോദരങ്ങളും കാമുകനും ഒക്കെ നിൽക്കെ ഞങ്ങൾക്ക് ഇവളോട് വ്യക്തിപരമായിട്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ വളരെ ചെറുപ്രായത്തിലുള്ളൊരു കുട്ടിയാണത്, 18-19 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ ലോക്കപ്പിൽ വെച്ച് SIയും പോലീസുകാരും അവളെ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്തതിന് ശേഷം കോടതികളൊക്കെ കയറി ഇറങ്ങി. സ്ത്രീ സംഘടനകളും അതിലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം വന്ന വിധി എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു ജാതിയുടെ കാര്യം, ഈ ഉയർന്ന ജാതിക്കാർ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഉയർന്ന ജാതിക്കാർ ഈ ഉലാപ്പേടി മണ്ണാപ്പേടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചരിത്രമുണ്ട്. നമുക്ക് ഇതിന് മാത്രം യാതൊരു അയിത്തവും കൽപ്പിക്കാറില്ല പൊതുവെ, ലൈംഗികമായി അതിക്രമിക്കാൻ, ബലാത്സംഗങ്ങൾക്ക് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കോടതി അങ്ങനെയാണ് കണ്ടെത്തിയത്. എന്തൊരു വിരോധാഭാസം എന്ന് പറയല്ലാതെ നിവൃത്തിയില്ല. അതുപോലെ ഐസ്ക്രീം പാർലർ കേസിൻ്റെ കാര്യം പറഞ്ഞു. കോടതികൾ കറപ്റ്റല്ല എന്ന് മാത്രം നമ്മൾ വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഐസ്ക്രീം പാർലർ കേസിൽ കൃത്യമായിട്ട് 2 ജഡ്ജിമാർ കാശ് വാങ്ങിയിട്ടുള്ള ചരിത്രമുണ്ട്. അത് റൌഫ് പറഞ്ഞതാണെങ്കിലും വേറെ റൌഫ് പറയുന്നതിന് മുമ്പേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൌഫ് പറയുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞത് കൊറോബറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിലുണ്ടായൊരു വിജയം എന്താണെന്ന് വെച്ചാൽ നമുക്കതിലെ പ്രധാന പ്രതിയെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റി. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും വളരെ ശക്തനായി വിലസുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം.
അതിന് കുറ്റക്കാർ നമ്മളാരും അല്ല യഥാർത്ഥത്തിൽ. കോടതിയിലെ പോരാട്ടം എന്ന് പറയുന്നത് പലപ്പോഴും എവിഡൻസിനെ ആശ്രയിച്ചിരിക്കും. എവിഡൻസ്, ഈ എന്താ പറയുക, തെളിവുകൾ ആരാണ് ഉണ്ടാക്കുന്നത്? പോലീസാണ് ഉണ്ടാക്കേണ്ടത്. ഈ പോലീസ് തെളിവുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ തുടക്കത്തിലുള്ള FIRൽ തന്നെ വെള്ളം ചേർത്തിയാൽ പിന്നെ എങ്ങനെയാണ് കേസ് മുന്നോട്ട് പോവുക? നമ്മുടെ മുന്നിൽ ഇപ്പോൾ പച്ചയായിട്ട് നിൽക്കുന്ന 2 കേസുണ്ട്. ഒന്ന് ജിഷ കേസ്, ഒന്ന് സൗമ്യ കേസ്, പിന്നെ ഭാഗ്യലക്ഷ്മി ഇടപെട്ട മറ്റേ കേസുണ്ടല്ലോ, അതും സംസാരിക്കുമ്പോൾ ഞാൻ പറയാം. ജിഷ കേസിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ആരാണ് പ്രതി? ഒരു അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ബംഗാളി. നമ്മുടെ നാട്ടിലാരും ഇതിൽ പ്രതിയല്ല, മലയാളികളാരും പ്രതിയല്ല, നേതാക്കന്മാരാരും പ്രതികളല്ല, രാഷ്ട്രീയക്കാരും പ്രതികളല്ല. ഒരു ബംഗാളി, അവനെന്തോ ഒരു വൈരാഗ്യം തോന്നി, അവൻ ആ പെണ്ണിനെ എത്ര മൃഗീയമായിട്ടാണ് ജിഷയെ കൊന്നത്. ജിഷ ഒരു ദലിത് പെൺകുട്ടിയാണ്, അവളൊരു പുറമ്പോക്ക് ഭൂമിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വളരെ പോരാട്ടം നിറഞ്ഞ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം. അവൾ അടുത്ത് തന്നെ ഒരു വക്കീലാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അവളെ നുറുക്കി കൊന്നു കളഞ്ഞത്. ഇന്നും നമുക്കാർക്കും അത് മറക്കാനായിട്ടില്ല. പക്ഷേ എങ്ങനെ ഇവിടെ UDF ഗവൺമെൻറ് ഉള്ളപ്പം പ്രതികളെ പിടിച്ചില്ല. LDF ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് വന്നു. പുതിയ ഗവൺമെൻറ്റാണ് അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് അവർ കേസ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ചാർജ് ഷീറ്റും ഫയൽ ചെയ്തു. കേസ് നമുക്കറിയാം, ഇതിൽ തെളിവിൻ്റെ ഒരു കാര്യം വരുമ്പോൾ പൂർണ്ണമായിട്ടും അമീറുൽ ഇസ്ലാം വിമുക്തനാക്കപ്പെടും എന്നുള്ള ഒരവസ്ഥയിലാണ് കേസ് നിൽക്കുന്നത്. പോലീസ് തന്നെ പറയുന്നുണ്ട് തെളിവില്ലെന്ന്. അപ്പോൾ ഈ തെളിവുകൾ ഉണ്ടാക്കേണ്ട പോലീസ് തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച്, തെളിവുകൾ ഇല്ലെങ്കിൽ കേസ് കൈകാര്യം ചെയ്യേണ്ട, കേസ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട കോടതികൾ തെളിവില്ല എന്നുള്ളതിൻ്റെ പേരിൽ കേസുകൾ വിട്ടയക്കുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പകൽമാന്യന്മാരായി വളരെ ലാഘവത്തോടുകൂടി അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെ അഹങ്കാരത്തോടുകൂടി തുടർന്നുകൊണ്ട് ഈ വ്യക്തികളൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു വലിയ അനീതിയുടെ ഭിത്തിയോടാണ് ഞങ്ങളെപ്പോലുള്ള സംഘടനകൾക്ക് പോരാടാനുള്ളത് എന്നുള്ളത് നമ്മൾ കാണുക. കോടതിയിൽ സ്ത്രീക്ക് ഇനിയിപ്പോൾ വക്കീലന്മാരാണെങ്കിൽ, വക്കീലന്മാരായ കുറേ സ്ത്രീകളുണ്ട്, നമുക്കറിയാം. അവരുടെയൊക്കെ അനുഭവങ്ങൾ ഓരോന്ന് പറയുകയാണെങ്കിൽ ഒരു വക്കീലായി വരാൻ തന്നെ വലിയ പ്രയാസമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും എത്തിപ്പെട്ടാലുള്ള ഒരു അവസ്ഥ ഓരോ സ്ത്രീ അഭിഭാഷകരോട് നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും അവരുടെയൊക്കെ അനുഭവങ്ങൾ. തീർച്ചയായും അങ്ങേയറ്റം പുരുഷാധിപത്യം, നേരത്തെ പറഞ്ഞ പോലെ ആൺ അധികാരത്തിൻ്റെ ഒരു കോട്ടയാണ് കോടതി എന്ന സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും യാതൊരു സംശയവുമില്ല. അത് മാറ്റി തീർത്തേ പറ്റും. ഇപ്പോൾ സ്ത്രീ പീഡനങ്ങളുടെ കേസുകൾ, ഗാർഹിക പീഡനങ്ങളുടെ കേസുകൾ, ഇവിടെയൊക്കെ കുറേയൊക്കെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പോക്സോ കേസിലൊക്കെ തന്നെ നമ്മളിവിടെ നിർഭയ ഹോമുകളൊക്കെ നടത്തുന്നു. നിർഭയ ഹോമുകൾ യഥാർത്ഥത്തിൽ എന്തിനാണ് നടത്തേണ്ടി വരുന്നത്? നമ്മുടെ നാട്ടിലെ സ്ഥിതി അതാണ്. അങ്ങനെയെങ്കിലും ഒരു ഹോമില്ലെങ്കിൽ ഈ പാവം പെൺകുട്ടികൾക്ക് പോകാനിടമില്ലാത്തൊരവസ്ഥ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ നിർഭയ ഹോമുകളിലുള്ളത്. കേരളം മുഴുവനുള്ള നിർഭയ ഹോമുകളിൽ എണ്ണം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്ര മാത്രം പീഡനങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ അത് വലിയ വാസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് പറയാത്തതാണ് നല്ലത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓരോ കേസുകൾ വരുമ്പോൾ അത് മറ്റൊരാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. കാരണം എന്താ അറിയോ, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം, ഗാർഹിക പീഡനങ്ങളുടെ ആഴം നമ്മുടെ സമൂഹം എത്ര മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ഇതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. ആണുങ്ങളായാൽ കുറച്ച് അടിക്കുകയൊക്കെ ചെയ്യുക, അതൊക്കെ അങ്ങോട്ട് സഹിച്ചൂടെ? ആണുങ്ങൾക്ക് എന്താ കുറച്ചൊക്കെ, വേറെ പെണ്ണുണ്ടെങ്കിൽ അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്ന രീതി ഇപ്പോഴും കോടതികൾക്ക് പോലും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് കോടതികളെ സമീപിക്കേണ്ട എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഇങ്ങനെ പോരാടി തന്നെ നമുക്ക് കാലം കഴിച്ചാലും ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നീതി ലഭിക്കാവുന്ന തരത്തിലുള്ള ചില
കീഴ്വഴക്കങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അത്രയെങ്കിലും നമുക്ക് സമാധാനിക്കാൻ പറ്റും. അതുകൊണ്ട് കോടതികളെ സമീപിക്കരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ കോടതികൾ എന്താണെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. എന്നിട്ട് പരമാവധി ആ സാധ്യതകൾ, ആ ഓപ്ഷൻ ഉപയോഗിക്കുക, ആ സ്പേസ് ഉപയോഗിക്കുക. എത്രത്തോളം സാധ്യമാവുമോ അത്രത്തോളം ഉപയോഗിക്കുക. അവിടെ നമുക്ക് എതിരെ, നമ്മൾ അഴിമതിക്കെതിരെ പോരാടേണ്ടി വരും, രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കെതിരെ പോരാടേണ്ടി വരും. അതുപോലെ അടിസ്ഥാനപരമായുള്ള സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടിനെതിരെ പോരാടേണ്ടി വരും. ഇതൊക്കെ ഉണ്ട്. എന്നാലും കോടതികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അജീഷി പറഞ്ഞ, നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യായിരുന്നു തോന്നുന്നു. ഒരു കൺസെൻ്റ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഒരു നെക്സസ് കൊണ്ടുമാണ്. ആ നെക്സസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്ന നമ്മളെ എക്സിക്യൂട്ടീവും നമ്മളുടെ ലെജിസ്ലേച്ചറും പിന്നെ ജുഡീഷ്യറിയും ചേർന്നാണ്. എൻ്റെ മുമ്പിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സജിയോട് ചോദിക്കുന്നതിന് മുമ്പേ, നമ്മൾ ആകെ ലോകത്തിലുള്ള വിമൻ പോലീസ് എന്ന് പറയുന്നതിൻ്റെ പെർസെൻറ്റേജ് 12%. കേരള പോലീസിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് 6.11 6.11. അതാണ് നമ്മൾ കേരള പോലീസിലെ സ്ത്രീകളുടെ പെർസെൻറ്റേജ്. 2006 അത് 3.9 അതാണ് ഇപ്പം 6.11. നമ്മൾ സുപ്രീം കോർട്ടിൽ ഈ കണ്ട കാലം കൊണ്ട് നമുക്ക് 6 സ്ത്രീകളാണ് അതിൻ്റെ തലപ്പത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ലെജിസ്ലേറ്റീവിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് 6.94 ആണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓൾ ഓവർ ഇന്ത്യയിലെ ശതമാനം. കേരളത്തിലാണെങ്കിൽ അത് 5.7. ഇത്ര ആൾക്കാരേ ഉള്ളൂ ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാൻ, അത് പ്രതിനിധാനം ചെയ്യാൻ. അതുകൊണ്ടായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്, റേപ്പ് കേസ് എന്ന് പറയുന്നത് ആകെ 5-6% 5 to 6% റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ റേപ്പുകൾ. ആ കണക്ക് വെച്ചിട്ട്, അതായത് ആ 5 to 6% എന്ന് പറയുന്ന കണക്ക് വെച്ചിട്ട് ഒരു ദിവസം 92 സ്ത്രീകളാണ് റേപ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മളുടെ നാഷണൽ ക്രൈംസ് ബ്യൂറോ നമുക്കത് നമ്മുടെ മുമ്പിൽ നിരത്തിയിട്ടുള്ള കണക്ക്. അപ്പോൾ ബാക്കി വരുന്ന 94% റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളുടെ കണക്കെടുക്കുമ്പോൾ ഒരു ശരാശരി ഓരോ 20 സെക്കൻഡിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ഇങ്ങോട്ട് കയറുമ്പം ഞാൻ സജീൻ്റെ അടുത്ത് ചോദിച്ചു, കുറേ പെണ്ണുങ്ങളാണ് കയറാൻ പേടിയാവുന്നുണ്ടോ? സജിയുടെ പൗരുഷം ഒഫൻഡഡ് ആവുമെന്ന് വിചാരിച്ചു. സജീവിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പേടിയില്ലായികയില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ജീവിക്കുന്നത് ഇതുപോലെ, ഇതിൽ 4 പെണ്ണുങ്ങളും സജിയും എന്ന് പറയുമ്പോൾ സജിക്ക് കയറാനുണ്ടാവുന്ന ഭീതിയെ പറ്റി പറഞ്ഞാൽ ഈ ശതമാനം മുമ്പിൽ, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളിവിടെ ശ്വസിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രതീക്ഷ സ്ത്രീക്ക് കോടതിയിലുണ്ടോ എന്ന് സക്സസ്ഫുള്ളായ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് സജിക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, കോടതികളിലെ സ്ത്രീയുടെ അവസ്ഥയിൽ നീതി അർഹിക്കുന്ന രീതിയിൽ കിട്ടുന്നുണ്ടോ, നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന് കടക്കുന്നതിന് മുമ്പ് ഒരു 4 നൂറ്റാണ്ടിലധികമായ ഒരു കോടതി തൊഴിൽ ശീലം കൊണ്ട് എനിക്ക് തോന്നുന്നത്, സ്ത്രീയും പുരുഷനും അവിടെ നിൽക്കട്ടെ, ആത്യന്തികമായി മനുഷ്യന് കിട്ടേണ്ട നീതി കിട്ടുന്ന ഒരു സ്ഥലമാണ് കോടതി എന്ന് എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ആയുസിൻ്റെ പകുതിയിലധികം ഞാൻ വക്കീൽ പണിയെടുത്ത ഒരാൾ എന്ന രീതിയിൽ പറയാൻ കഴിയും. കാരണം ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കത് പറയാൻ കാരണം, ഒട്ടും സംസ്കാരവൽക്കരിക്കപ്പെടാത്ത ഒരു മേഖലയാണ് നീതിന്യായ വ്യവസ്ഥ. അർഹിക്കുന്ന ഒരു സിവിലൈസേഷൻ, അർഹിക്കുന്ന ഒരു സാംസ്കാരിക ചിന്ത, അർഹിക്കുന്ന ഒരു ഉയർന്ന സമീപനം, അർഹിക്കുന്ന മനുഷ്യത്വത്തോടുള്ള ഒരു കൺസേൺ, ഇതൊക്കെ ഉണ്ടാവേണ്ട ആളുകൾ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് കോടതി. പക്ഷേ അല്പം കുറ്റബോധത്തോട് പറയട്ടെ, കുറ്റബോധം ഞാനും ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയുകയാണ്, അത്തരം പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ന്യായാധിപന്മാരും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ന്യൂനപക്ഷം മാത്രമാണ്. ഈ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അജിത പറഞ്ഞ മാതിരി ഒരു കേസിൻ്റെ അന്വേഷണമുണ്ട്, തെളിവുകൾ ശേഖരിക്കണം. ആ തെളിവുകൾ കോടതിയിൽ ബോധിപ്പിച്ചിട്ടാണ് ഒരു കേസിൻ്റെ വിചാരണ നടക്കുന്നത്.
ഒരു 15 ദിവസം മുമ്പ് എൻ്റെ അഭിഭാഷക ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. ഒരു പെൺകുട്ടി എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ്, കല്ലാനോട് എന്ന് പറയുന്ന കക്കയെന്ന് പറയുന്ന ഉൾനാടൻ ഗ്രാമത്തിലുള്ള എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു കുടുംബത്തിലെ ആ പെൺകുട്ടി അച്ഛൻ എൻ്റെ സുഹൃത്താണ്, കർഷകനാണ്, എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഭർത്താവിൽ നിന്നുമുള്ള റീസെൻ്റ്ലി മാരീഡാണ്, 1 വർഷം ആകുന്നുള്ളൂ. ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത സ്വഭാവ വൈകൃതങ്ങൾക്ക് അടിമയാണ് ഭർത്താവ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സെപ്പറേഷൻ വേണം, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് ആ കുട്ടിയോട് കൂടുതൽ കാരുണ്യം തോന്നാൻ കാരണം ആ കുട്ടിയുടെ അമ്മ, ആ കുട്ടി 8-ലോ 9-ലോ പഠിക്കാൻ ബീഡിവെട്ടേറ്റ് മരിച്ചതാണ്. അത് ഞങ്ങളുടെ ഗ്രാമത്തൊക്കെ വലിയ ഒരു ആശങ്ക നിറഞ്ഞ ചർച്ചയായിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അപ്പോൾ ഇയാൾ ബെഹ്റിനിലാണ് കേട്ടോ. ബെഹ്റിനിൽ നിന്ന് ഇയാൾ വന്ന സമയത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് മാന്യമായി പിരിയാം. കോടതിയിൽ വെച്ചുള്ള വിചാരണയുടെ ഒരു പരിധിവരെ ആഭാസമൊക്കെ തന്നെയാണ്. അങ്ങനെ അല്ലാതൊക്കെ കാണുന്ന വക്കീലന്മാർ ചുരുക്കുക. അതിലെന്തോ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷനുള്ള മാതിരിയാണ്. അപ്പോൾ ഞാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ്ഡ് ആവേണ്ട, അതുകൊണ്ട് പരസ്പരം പിരിയാം, അതാണ്, വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല, പിരിയണമെന്ന് പറഞ്ഞപ്പോൾ ഈ നോട്ടീസ് അദ്ദേഹം വാങ്ങിയിട്ട് ഭർത്താവ് വാങ്ങിയിട്ട് ഒരു 3-ാം ദിവസം രാത്രിയിൽ വരുന്നത്, ഇവർ ഒന്നിച്ച് ജീവിച്ച കാലത്ത് ചുരുങ്ങിയ ദിവസങ്ങളൊക്കെ ജീവിച്ചിട്ടുള്ളൂ. ഈ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ എടുത്ത നഗ്ന ഫോട്ടോസ് വാട്സപ്പിലേക്ക് ഇട്ടു. വാട്സപ്പിൽ വെച്ചാൽ നമുക്ക് ഒരു സ്ത്രീയെ എത്രമാത്രം പെർവേർട്ട് എക്സ്പോസ്ഡ് ആക്കാവോ ആ ഫോട്ടോസ് മുഴുവൻ വാട്സാപ്പിലിട്ടിട്ട് കുറേ കമൻസ് വന്നു. അയച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ 100 ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഇംഗ്ലീഷിലാണ്. ഈ ഫോട്ടോ ഒക്കെ ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോവാണ്, നിന്നെ അങ്ങനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ വെല്ലുവിളിയൊക്കെ ആയിട്ട്. ഈ നോട്ടീസ് കിട്ടിയതിനുള്ള മറുപടിയാണ്, വേറൊരു അഭിഭാഷകനെ കണ്ട് മറുപടി അയക്കുന്നതിന് പകരം ഈ കുട്ടിയുടെ ഫോണിൽ മുഴുവൻ ഈ വൾഗറായിട്ടുള്ള ഫോട്ടോസ്, അവളുടെ തന്നെ ഫോട്ടോ ഇയാൾ എടുത്തതാണ്. 10-15 ദിവസം മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. ഭയങ്കര നിലവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഈ കുട്ടി അച്ഛനും കൂടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ട് ഞാൻ പേരാമ്പ്ര സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു പരാതി കൊടുത്തു. അത് സൈബർ ക്രൈമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയൊക്കെ വലിയ ക്രൈമാണ്. കൊലപാതകം പോലെയൊക്കെ വലിയൊരു ക്രൈമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ക്രൈം. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് അത് ഫോർവേഡ് ചെയ്തു. അവിടെ ഉണ്ടായ അനുഭവമാണ് ഏറ്റവും തമാശ. പോലീസുകാർ, ഇയാൾ അടുത്ത ഗ്രാമത്തിലൊരു ധനാഢ്യൻ്റെ മകനാണ് ഈ പ്രതിയെ പോയി കയ്യോടെ പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഏതാനും സമയത്തുള്ളിൽ SIക്ക് നിലപാട് മാറ്റി ഇത് സെറ്റിൽ ചെയ്യണം. എന്തിനാണ് മുന്നോട്ട് പോകുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിലായി കഴിഞ്ഞാൽ പ്രശ്നമാവില്ല, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം തന്നേക്കാം എന്നുള്ളൊരു മട്ടിൽ അല്പം വിരട്ടൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഈ സ്ത്രീ അച്ഛൻ എന്നെ വിളിച്ചതാണ്, ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്താ ചെയ്യുക? ഒരു പ്രധാന SI ഉണ്ട്, അയാളുടെ അസിസ്റ്റൻറ്റ് SI ഉണ്ട്, ഏതാനും പോലീസുകാരുണ്ട്, മറ്റേ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുടുംബമല്ലേ ഈ പറഞ്ഞ മാതിരി ഉള്ള വിസ്തീർണ്ണമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു രീതിയിൽ അത് സെറ്റിൽ ചെയ്യേണ്ട, അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ സന്നദ്ധരാകുന്നില്ല. കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഭാഗ്യവശാലി ഹെഡ്ക്വാർട്ടേഴ്സിലിരിക്കുന്ന ഗ്രീവൻസ് സെല്ലിൻ്റെ IG എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാൻ അയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. പിന്നെ 10 മിനിറ്റ് കൊണ്ട് പോലീസിൻ്റെ നിലപാട് മാറുന്നു, ഹെഡ്ക്വാർട്ടേഴ്സിന് ഇടപെടുന്നു, ക്രൈം ഇടുന്നു, ഇയാളെ പിടിക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. പിന്നീടാണ് ഈ കോടതിയിൽ എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു നിയമനിഷേധത്തിൻ്റെ ഈ റീസെൻ്റായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഒരു നീതി കിട്ടേണ്ട ഒരു പ്രോസസ്സിലേക്ക് കടന്നു കയറുന്ന ഒരു സ്ത്രീ ആദ്യം അഭിമുഖീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പോലീസ് സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം ഒട്ടനവധി കേസുകളിൽ വിവാഹം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര അസംതൃപ്തമായ എന്തുമായിട്ട് കാരണം ആരുടെ ഭാഗത്തുമാട്ടെ എനിക്ക് ഈ വിവാഹത്തിൽ നിന്നും മോചിതനാവണം. അതാണല്ലോ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീ നേടുന്ന വലിയ ഒരു സംഭവം. അപ്പം ഈ ഒരു അവസ്ഥയിൽ ആദ്യം വീട്ടിൽ നിന്ന് പറയുന്നത് നിങ്ങൾ ഒത്തുപോകാൻ ശ്രമിക്കൂ, ഏതായാലും ഇത്രയും പണം മുടക്കി വിവാഹം ചെയ്തതല്ലേ. അപ്പോൾ ആദ്യത്തെ പ്രതികൂലമായ കാലാവസ്ഥ ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നുമാണ് വരുന്നത്. രണ്ടാമതാണ് സമൂഹത്തിൻ്റെ ഇത്തരം സിസ്റ്റത്തിലേക്ക് കടക്കുന്നത്. ഇത്തരം പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവിടെ ജഡ്ജിമാരുടെ കണക്ക് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരള ജുഡീഷ്യറിൽ ഒരു 30% ആളുകളും ലോവർ ജുഡീഷ്യറിൽ ജഡ്ജിമാരാണ്, സ്ത്രീകളാണ്. അന്ന ചാണ്ടിക്ക് ശേഷം, ജാനകിയമ്മയ്ക്ക് ശേഷം ഇപ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സാകുന്ന ഒട്ടുമിക്ക കാൻഡിഡേറ്റ്സിലും ഒരു 30-40% സ്ത്രീ ന്യായാധിപരാണ് കൂടുതൽ. നമ്മൾ ഈ കോഴിക്കോട് കോടതിയിൽ തന്നെ പോയി അറിയാം, ഒരുപാട് സ്ത്രീ ന്യായാധിപരുണ്ട്. അതിൽ തന്നെ നീതിപൂർവം വിധിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നീതിയുടെ പക്ഷത്ത് നിന്ന് മാത്രം കേസുകളെ വിലയിരുത്തുന്ന പുരുഷ ന്യായാധിപന്മാരുമുണ്ട്. അപ്പം സ്ത്രീക്ക് മാത്രമല്ല നീതി നിഷേധിക്കപ്പെടുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. കോടതിയിൽ നീതിയുടെ കാരുണ്യം തേടി ചെല്ലുന്ന എല്ലാവർക്കും
അർഹിക്കുന്ന രീതിയിൽ നീതി കിട്ടാത്ത ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി മാത്രമാണ് സ്ത്രീക്കും നീതി കിട്ടാതെ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഈ കാലവിളംബത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഒരു വിവാഹമോചന കേസ് വിധിയായാൽ അതിൻ്റെ കുടുംബ കോടതി എന്നുള്ള നേരെ അപ്പീൽ കോടതി കേരള ഹൈക്കോടതിയാണ്, ഹൈക്കോടതിയാണ് ഏത് സംസ്ഥാനത്തായാലും. ഹൈക്കോടതിയിലൊരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം, ഒരു 30-ാം വയസ്സിൽ ഒരുത്തൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരു വിവാഹമോചന ഹർജി കൊടുത്താൽ ഇന്നത്തെ കോടതി നടപടി കൊണ്ട് അത് വിധിയാവാൻ 2 കൊല്ലം എടുക്കും കുടുംബ കോടതിയിൽ നിന്ന്. ഞാനൊരു ആവറേജ് പറയാം, 32. അവിടെ ഹൈക്കോടതിയിൽ അപ്പീൽ സ്വീകരിക്കുന്ന ഒറ്റ ബെഞ്ചാണുള്ളത്. മാട്രിമോണിയൽ അപ്പീൽ കേൾക്കാൻ വേണ്ടി ഒരു ഡിവിഷൻ ബെഞ്ചാണുള്ളത്. അത് ഉച്ച വരെ അവർ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള 4:15 വരെയുള്ള 2 മണിക്കൂർ സമയത്താണ് ഈ അപ്പീലുകൾ കേൾക്കുന്നത്. നമ്മൾ ആലോചിക്കണം, കേരളത്തിലുള്ള ഏകദേശം 30ഓളം കുടുംബ കോടതികളിൽ നിന്നുള്ള മുഴുവൻ അപ്പീലുകളിലും ഒരു ബെഞ്ചിലാണ് എത്തുന്നത്. അപ്പോൾ ഒരു വിവാഹമോചന കേസ് അപ്പീൽ പരിഗണിച്ച് അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വിധി അവിടെ സ്റ്റേ ചെയ്യും. എന്ന് വെച്ചാൽ വിധി അവിടെ ഇല്ലാത്തതിന് തുല്യമാവും. പിന്നെ ആ കേസ് വിചാരണയ്ക്ക് എടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 8 മുതൽ 10 വർഷം വരെ കഴിയും. എന്ന് പറയുമ്പോൾ ഒരു ബന്ധത്തിൽ നിങ്ങൾ പോയി പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾ എത്ര ദുസ്സഹമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയാലും നിങ്ങൾക്കൊരു മോചിതനാവണമെങ്കിൽ കൃത്യമായി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു 45-50 വയസ്സാകും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ സ്റ്റാറ്റിക്സാണ്. 2006-2007 കാലത്ത് ഞാൻ നടത്തിയ പല കേസുകളും ഇപ്പോൾ അപ്പീൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ലിസ്റ്റ് വാദത്തിലെടുത്തിട്ടില്ല. കാരണം അതിനുള്ള ഈ ഒരു സിസ്റ്റത്തിൻ്റെ തകരാറാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നരകതുല്യമാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആളുകൾക്കൊക്കെ ഒരുപാട് ലീഗലായിട്ടുള്ള ലിറ്ററസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലിറ്ററസിയുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ കോടതിയിൽ ഇത്തരം വരുന്ന ഈ കാലവിളംബത്തെയും അതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ബോധമുള്ളത് കൊണ്ട് ഇവർ ഈ കോടതിക്ക് പുറത്തുള്ള സെറ്റിൽമെൻറ്റിലേക്ക് പോകും. ആ സെറ്റിൽമെൻറ്റിൽ വയലൻസ് ഉണ്ടാകും, പണം കൊടുത്തിട്ടുള്ള സ്വാധീനിക്കലുണ്ടാവും, വലിയ തുക കൊടുത്തിട്ടുള്ള ഓഫറുകളുണ്ടാവും. അങ്ങനെ സമാന്തരമായ സെറ്റിൽമെൻറ്റ് ശക്തമാവുകയും അത് ജുഡീഷ്യറിയുടെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ പറഞ്ഞു ധാരാളം സ്ത്രീക്ക് അനുകൂലമായ ഒട്ടനവധി നിയമങ്ങളുണ്ട്. 2005 പിന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം, ഈ സമീപകാലത്ത് വന്ന കുട്ടികളോടുള്ള അതിക്രമം, സ്ത്രീകൾക്കും കുട്ടികളോടുള്ള അതിക്രമത്തിലുള്ള നിയമം, ഒട്ടനവധി നിയമങ്ങളുണ്ട്. ഈ കേസുകളുടെ മൊത്തം അവസ്ഥ എടുത്താൽ അല്പം ന്യൂനപക്ഷ വളരെ ചെറിയ അളവിലെങ്കിലും കേസുകൾ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. സ്ത്രീകൾ ബോധപൂർവവും സ്ത്രീകളെ ഉപയോഗിച്ച് മറ്റുള്ളവരും ഈ നിയമത്തിൻ്റെ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് വരുന്ന ഒട്ടനവധി കള്ളക്കേസുകളുമുണ്ട്. അത് നമ്മളില്ലാന്നും കാണാൻ കഴിയില്ല. അത് ഞാൻ ഭൂരിപക്ഷമായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ നടത്തിയ എത്രയോ കേസുകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു എഡിറ്റ് പേജിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ വന്നൊരു 4 കോളം വാർത്ത ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ഞെട്ടിച്ചു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പൂന കോടതിയിൽ കൊടുത്ത പരാതിയാണ്. സ്വന്തം അച്ഛൻ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കൊടുത്ത പരാതിയാണ്. വിചാരണയുടെ ഘട്ടത്തിൽ കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, ന്യായാധിപൻ ജഡ്ജി ഒരു സ്ത്രീയാണ്, ഇതൊരു കള്ളക്കേസാണെന്ന് മനസ്സിലാക്കി 3.5 വർഷം ആ മനുഷ്യൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. 3.5 വർഷം റിമാൻഡ് തടവുകാരനായി ജയിലിൽ കിടന്നു. സ്വന്തം മകൾ എന്നെ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞ് അച്ഛനെതിരെ കൊടുത്തിട്ടുള്ള കേസിൻ്റെ ഒരു വിധിയാണ് പറഞ്ഞത്. ടൈംസ് ഓഫ് ഇന്ത്യ വളരെ നാഷണൽ വൈഡ് റിപ്പോർട്ട് ചെയ്തൊരു കേസാണ്. അതുപോലെ ഒട്ടനവധി കേസുകളിൽ ഈ പീഡന കേസുകളിൽ പീഡന കേസിന് അനുകൂലമായ സ്ത്രീകൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉപയോഗിച്ച് ഒട്ടനവധി കളവായ കേസുകളും കോടതികളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. അത് ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ നീതിയുക്തമായ സമീപനം മൊത്തത്തിൽ കേസുകളിൽ ഉണ്ടോ എന്നുള്ളത് ഏകപക്ഷീയമായ ചിന്തകളിലൂടെ നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ കേസുകളും സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് സ്ത്രീ പരാതിക്കാരിയായ എല്ലാ കേസും സത്യമാണ്, പുരുഷൻ പ്രതിയായ എല്ലാ കേസുകളും ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവരാൻ മാത്രം നീതിന്യായ വ്യവസ്ഥ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സമൂഹമല്ല നമ്മുടേത്. കാരണം നമ്മൾ വീണ്ടും പറയുകയാണ്, ഇത്തരം സംരക്ഷണ നിയമങ്ങൾ ഒട്ടനവധി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അമ്മായിമ്മ മരുമകൾക്കെതിരെ കൊടുത്ത എത്രയോ കേസുകൾ ഞാൻ ഹാജരാകുന്നുണ്ട് സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം. ഈ സ്ത്രീ സംരക്ഷണ നിയമം, ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പല ആളുകളുടെയും പല കക്ഷികളുടെയും പല വക്കീലന്മാരുടെ അടക്കം ധാരണ അതെന്തോ ഈ മരുമകൾ സംരക്ഷണ നിയമമാണ്, കെട്ടിവരുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ളൊരു നിയമമാണെന്ന് തെറ്റിദ്ധാരണ. അങ്ങനെയല്ല, സ്ത്രീയെ സംരക്ഷിക്കാനുള്ള നിയമമാണ്. സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിലുള്ള അമ്മ പെടും, ഭർത്താവിൻ്റെ അമ്മ പെടും. അങ്ങനെ എത്രയോ കേസുകൾ ഈ വന്നു കയറുന്ന സ്ത്രീകൾ അക്രമം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിധവകളായിട്ടുള്ള അമ്മായിമ്മമാരുണ്ട്, സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത അമ്മായിമാരുണ്ട്.
ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൺമക്കൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അമ്മായിമ്മയും മരുമകളും മാത്രമായിട്ടുള്ള ആളുകളുണ്ട്. ഈയിടെ ഒരു കേസിൽ, എൻ്റെ സ്വന്തം ഒരു കേസിൽ ഞാൻ ഒരു കോംപ്രമൈസ് പറഞ്ഞപ്പം ഇയാൾ മെച്ചൻ നേവിയിലാണ് ഭർത്താവ്. വയസ്സായ ഒരു പേര് പറയുന്നത്, വയസ്സായ 15 വയസ്സായ ഒരു അമ്മ സ്വന്തം വീട്ടിൽ കയറിയിട്ട് 6 മാസമായി. അമ്മ താമസിക്കുന്ന 1 കിലോമീറ്റർ അകലെയുള്ള മകളുടെ വീട്ടിലാണ്. അതിനെ ആധിപത്യം സ്ഥാപിച്ചു. ഈ പറഞ്ഞ മാതിരിയുള്ള ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള ഉത്തരവ് വാങ്ങി അമ്മ വീട്ടിൽ കയറാൻ പാടില്ല, വീട് അമ്മയുടെ പേരിലും മകൻ്റെ പേരിലും കൂടെ കൂടിയിട്ടാണ്. അതിന് നിയമവശങ്ങൾ വേറെയുണ്ട്. അമ്മയുടെയും മകൻ്റെയും പേരിലുള്ള ഒരു വീട്ടിൽ ആർക്കാണ് അവകാശം എന്നൊക്കെ പറയുന്ന ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ. ഇപ്പോൾ 75 വയസ്സുകാരി പുറത്താണ് താമസിക്കുന്നത്. സെറ്റിൽമെൻറ്റിനെ സംസാരിച്ചപ്പോൾ മറ്റേ ഭാഗം വക്കീൽ എന്നോട് ചോദിച്ചത് 2.5 കോടി രൂപയാണ്, 250 ലക്ഷം രൂപ. ഒരുപാട് കാലം കൂടി അത്രയും വലിയ തുക കിട്ടിയിട്ട് എനിക്ക് ബോധക്കേടുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 2.5 കോടി രൂപ ഇപ്പം എങ്ങനെ തരും? അപ്പോൾ ആ വഴി എനിക്ക് ഉണ്ടാക്കാനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നു. അമ്മയുടെ സ്വത്ത്, ഭർത്താവിൻ്റെ സ്വത്ത്, കെട്ടിച്ചു വിട്ട പെങ്ങളുടെ സ്വത്ത്, ഈ 3 പേരും കൂടെ വിറ്റാൽ 2.5 കോടി രൂപ ഏകദേശം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അത് തന്നോട്ടെ, നമുക്ക് കേസൊക്കെ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ വഴിയിലിറങ്ങുന്നത് അമ്മായിമ്മയാണ്, ഭർത്താവിൻ്റെ പെങ്ങളുമാണ്. അവർ സ്ത്രീയല്ലേ, 2 സ്ത്രീകളല്ലേ അവിടെയുള്ളത്. അപ്പോൾ നിയമത്തിനെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന വളരെ വ്യാപകമായ ഒരവസ്ഥ സമൂഹത്തിലുള്ളപ്പോൾ തന്നെ പലപ്പോഴും ന്യായമായ കേസുകളിൽ സ്ത്രീക്ക് അർഹിക്കുന്ന നീതി അർഹിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ഹരാസ്മെൻറ്റിൻ്റെ കാര്യം, ഉഷ മാഡത്തെ പണ്ട് ഒരു വക്കീൽ ഹരാസ്മെൻറ്റ് ചെയ്ത കാര്യം ക്രോസ് എക്സാമിനേഷനിൽ പറഞ്ഞു. ഞാൻ ആ കാലത്ത് എന്നോട് സുഗതകുമാരി ടീച്ചർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ ഉഷയുടെ ഈ അനുഭവം വെച്ചിട്ട് ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, ഇതൊക്കെ നിൻ്റെയൊക്കെ എന്ത് സംസ്കാരം നിറഞ്ഞ വക്കീലന്മാരാണ്. അപ്പോൾ ഞാൻ ധരിക്കേണ്ടത്, ഇത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന വക്കീലന്മാരുണ്ട്, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന വക്കീലന്മാരുണ്ട്, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വക്കീലന്മാരുണ്ട്. അപ്പോൾ ഒരു കേസിനെ നമ്മൾ മൊത്തം വിശകലനം ചെയ്ത് ന്യായം ആരുടെ ഭാഗത്താണ് എന്നുള്ള നിഷ്പക്ഷ ചിന്തയിലൂടെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഈ പ്രൊഫഷനിൽ കുറഞ്ഞു വരുന്നു. ഞാനടക്കമുള്ള അഭിഭാഷകരുടെ ഇടയിൽ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല അതിനെ കാണുന്നത്. അത് പണമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യാവുന്നൊരു മേഖലയാണ് നിയമം കേട്ടോ. ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യാവുന്നതാണ്. എത്രയധികം കള്ളക്കേസ് കൊടുക്കാമോ, എത്രയധികം വ്യാജമായ കേസ് കൊടുക്കാമോ, ഇങ്ങനെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യാവുന്നൊരു മേഖലയാണിത്. അതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രൊഫഷനിലുണ്ട്. അതിന് നാം ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നത്, ജുഡീഷ്യറിയുടെ ക്വാളിറ്റി വളർത്തുകയാണ്. ക്വാളിറ്റി, ജഡ്ജിയായിരിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അത് എന്തുകൊണ്ടോ ജുഡീഷ്യറിയുടെ ക്വാളിറ്റി എത്രമാത്രം ഉയർന്നതാണ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് വളരെ ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, വളരെ താഴ്ന്ന നിലവാരത്തിലാണ് നമ്മുടെ ജുഡീഷ്യറി പോകുന്നത്. അത് പറഞ്ഞിട്ടിപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് 1 കിലോമീറ്റർ അകലെ ഞാൻ ജോലി ചെയ്യുന്ന കോടതിയിലേക്കുള്ളൂ. അവിടെ പോയി പറഞ്ഞാൽ എനിക്കതേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാം. ഇവിടെ ആരെങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാം. എന്നാലും പറയുകയാണ്, ജുഡീഷ്യറിയിൽ കസേരയിൽ കയറിയിരിക്കുന്ന ആളുകളിൽ നിയമപരമായും ചരിത്രപരമായും സാംസ്കാരികപരമായിട്ടുള്ള ആ ഒരു ഔന്നത്യം വളരെ കുറഞ്ഞു വരികയാണ്. ജുഡീഷ്യറിയുടെ തകർച്ചയ്ക്കുള്ള കോടതികളിൽ സ്ത്രീ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും നിയമം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒട്ടനവധി ആളുകൾ ആ കസേരയിൽ ഇരിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ റൗണ്ട് അടിച്ചു വരുമ്പോൾ ഞാൻ പറയാം. സജി വേഷം മാറിക്കളയോ, വേഷം മാറി വേറെ പോലെ നടിക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. സജി വളരെ സത്യസന്ധമായിട്ട് സജി ഒരു ആണിനെ പോലെ തന്നെ പെരുമാറിയതിൽ നന്ദിയുണ്ട്. സജി, അതെ തീർച്ചയായിട്ടും സജിയുടെ സ്റ്റാൻഡ് ഇവിടെ ഇരുന്ന സ്ത്രീകളുടെ ബാഹുല്യം കൊണ്ട് മാറ്റി പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് വേഷം മാറിയില്ല എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സജി പറയാണ് കോടതി ഭയങ്കര ജനറലൈസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടും, അതായത് കോടതികൾ അങ്ങനെയാണ്, അത് ഡിലേയ്ഡ് ആണ്, ഡിലേയ്ഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിനൈഡ് എന്ന് കുറേ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്ര വിജിലൻ്റ് അല്ലാത്ത പോലീസും കോടതിയും ഒന്നും അല്ല നമ്മളത് എന്ന് തെളിയിക്കാൻ ഏറ്റവും റീസെൻ്റായിട്ട് ജനഗണമന പാടാത്തവരെ എത്ര സെക്കൻഡിനുള്ളിലാണ് നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി പിടിക്കുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്ത് അത്ര വിജിലൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളുടെ അടുത്തുള്ളത്. അവർക്ക് നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അല്ലാതെ അതുകൊണ്ടാണ് എനിക്ക് സജിക്ക് മൈക്ക് കൊടുക്കുന്നതിന് മുമ്പേ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യം തന്നെ വായിക്കേണ്ടി വന്നത്. അത് വെച്ചുകൊണ്ടാണ് സജി പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ട് എല്ലാം അങ്ങനെയാണ് എന്നല്ല, അതിന് വളരെ കൃത്യമായിട്ടുള്ള ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്. അതറിയാനാണ് ഇവിടെ സ്ത്രീകളില്ല, ആ സ്ഥലങ്ങളിലൊന്നും സ്ത്രീകളെ അനുവദിക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നത്. ഇടയ്ക്ക് അജീച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, കഴിഞ്ഞ ഒരു ടേണും കൂടെ എടുക്കാനുള്ള സമയം ഉണ്ടാവും തോന്നുന്നു. ദീദി പറഞ്ഞ പോലെ എനിക്കും സന്തോഷം തോന്നി സജി കോടതികൾ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൊണ്ടുവന്നതിൽ. കാരണം അത് കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഗാർഹിക പീഡന നിരോധന നിയമം വരുന്നതിന് മുമ്പ് ഒരു നിയമമുണ്ട്, 498A.
എന്ന് പറഞ്ഞാൽ സ്ത്രീധന പീഡനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീധന പീഡനം എന്നല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് സ്ത്രീ പീഡനം എന്നും പറയുന്നുണ്ട്. സ്ത്രീ പീഡനമാണ്. രണ്ടാമതാണ് ഡൗറി എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം എന്തായാലും പക്ഷെ അതൊക്കെ മാറി ഇപ്പം എല്ലാവരും അതിന് സ്ത്രീധന പീഡന നിയമം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതൊരു വശത്ത്. ഇത് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ സുപ്രീം കോടതി വരെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലാണോ എന്നറിയില്ല, 2012 ഒരു ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സർക്കുലർ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത്, ഞങ്ങളൊക്കെ അന്വേഷി എന്ന സംഘടന പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഈ നാട്ടിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിമൻസ് കമ്മീഷനോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സോ പോലീസ് വനിതാ സെല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് അന്വേഷിയുടെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്നത് 498A എന്നുള്ള വകുപ്പായിരുന്നു. കാരണം ഡൊമസ്റ്റിക് വയലൻസ് പെർ സേ വാസ് നോട്ട് എൻ ഒഫൻസ് അറ്റ് ഓൾ ബൈ അവർ ക്രിമിനൽ ജസ്റ്റിസ് ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിന് എൻ്റെ ഒരു ഗുണം എന്തായിരുന്നു വെച്ചാൽ, ഇതിന് ജാമ്യം കിട്ടില്ല, ഉടനെ അറസ്റ്റ് ചെയ്യണം. 7 കൊല്ലത്തിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു വെച്ചാൽ ഭർത്താവിനെ മാത്രമല്ല ഭർത്താവിൻ്റെ അമ്മയും വീട്ടുകാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് കുറേ കേസുകളിൽ നമ്മൾ സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ളതാണ്. പക്ഷേ ഇങ്ങനെയൊരു കേസിലേക്ക് ഒരു സ്ത്രീ വരണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. ഒരു സ്ത്രീ അത്രമാത്രം പീഡിപ്പിക്കപ്പെടുകയും സ്വന്തം ജീവിതം ഇനി ഈ മനുഷ്യനുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് കേസിൻ്റെ കാര്യം തന്നെ അവർ ചിന്തിക്കുന്നത്. നമ്മളെപ്പോലുള്ള സംഘടനകൾ വന്നിട്ട് ഞങ്ങൾ ആദ്യം കൗൺസിലിംഗ് ചെയ്യുന്നു, പുരുഷനെ വിളിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരായിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ, അവൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ, അവളുടെ അവകാശങ്ങൾ അവളെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാൻ അയാൾ തയ്യാറാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ട് അതിനൊന്നും തയ്യാറല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും നടക്കാത്ത കേസുകളിലാണ് നമ്മൾ കോടതികളിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു അനുഭവം പറയുകയാണ്. വിമോചന എന്ന് പറഞ്ഞ സംഘടന ബാംഗ്ലൂരിൽ വെച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ എല്ലാ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റ് സംഘടനകളെയും വിളിച്ചിട്ട് 498A എന്നുള്ള നിയമം വീണ്ടും പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ വീണ്ടും അത് മാറ്റണം എന്നുള്ള, അതായത് ഇപ്പോഴത്തെ നിയമം ഇപ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് മറ്റും ഞാൻ നേരത്തെ പറഞ്ഞ 2012 ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സർക്കുലർ വന്നു. അതിൽ പറയുന്നത് 498A പ്രകാരം ഒരാളെയും ഉടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ആദ്യം ഇൻവെസ്റ്റിഗേഷൻ കഴിക്കണം, മാത്രമല്ല കൗൺസിലിംഗ് പോലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അവർക്ക് 498A പ്രകാരം കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം വരെ അവർക്ക് കൊടുക്കണമെന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസിനുള്ള ഇതുണ്ട്. മുൻകൂർ ജാമ്യം കൊടുക്കണമെന്ന് കോടതികളുടെ തീരുമാനമാണ്. ഇതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. 498A എന്ന് പറഞ്ഞാൽ ഇന്ന് പല്ലും നഖവും പോയ ഒരു നിയമമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അന്ന് ഇന്ത്യയിലെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ കണ്ടെത്തിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, 498A ദുരുപയോഗപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ലാക്ക് ഓഫ് യൂസ് ഓഫ് 498A ആണ് ഉണ്ടാകുന്നത്. അതായത് സ്ത്രീകൾ വേണ്ടത്ര ഇത് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ദോഷമാണ് നമുക്കുള്ളത്. പല ഡൊമസ്റ്റിക് വയലൻസ് കേസുകളും അതിൻ്റേതായ ഗൗരവത്തിലെടുക്കപ്പെടുന്നില്ല. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, PWDV ആക്ട് എന്ന് പറഞ്ഞ സംഭവം, അത് സിവിൽ ലോ ആണ്, അത് ക്രിമിനൽ ലോ അല്ല. ഡൊമസ്റ്റിക് വയലൻസ് കൈകാര്യം ചെയ്യാൻ 498A മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ വെള്ളം ചേർക്കപ്പെട്ടത്. അതായത് അതിൻ്റെ പല്ലും നഖവും കളഞ്ഞ് ഇപ്പോൾ ഒരു ഇണക്കമുള്ള പട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു 498A. അപ്പോൾ ഇന്ന് 498A കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബേജാറും ഇല്ല, ആർക്കും ഒരു എന്താ പറയുക, നീ കൊടുത്തോ കേസ്, എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ പിന്നെയും കുറച്ചൊരു പേടിയുണ്ട്, അതെന്താണെന്ന് അറിയുന്നത് വരെ കേട്ടോ. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനും വേണ്ടത്ര നീതി ലഭിക്കുന്നുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇൻ്ററീം ഓർഡർ കിട്ടുന്നില്ല. പിന്നെ സ്റ്റോപ്പ് വയലൻസ് എന്നുള്ള ഒരു ഓർഡർ മാത്രമേ മിക്കവാറും കിട്ടുള്ളൂ. ബാക്കി
ചെലവിൻ്റെത് അല്ലെങ്കിൽ തനിക്ക് നേരെയുള്ള അവഗണന, ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ നിർവചിക്കുന്ന 5 or 6 പോയിൻറ്റ്സ് ഉണ്ട് ഈ നിയമത്തിൽ. ഇതിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് സ്ത്രീക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും. ഈ വയലൻസ് നിർത്തണം എന്ന് മാത്രം അവർ പറയും. ഷെയറിങ് ഹൗസ് ഹോൾഡ് കിട്ടുന്നുണ്ട് ചില കേസുകളിൽ മാത്രം. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് അനുകൂലമായ പല നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അതിലൊക്കെ വെള്ളം ചേർത്താനും അതിനെയൊക്കെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു ശക്തമായ ലോബി പാർലമെൻറ്റിലും നമ്മുടെ നിയമസഭയിലും സുപ്രീം കോടതിയിൽ പോലും ഉണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. പക്ഷേ മറ്റു നിയമങ്ങളെക്കുറിച്ച് നിയമങ്ങൾ പോരാന്ന് പറയുന്നത്, അതുപോലെ സജി പറഞ്ഞൊരു കാര്യം, പൂനെയിലെ കേസ് അത് കള്ളക്കേസായിരുന്നു എന്ന് പറയണു. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കള്ളക്കേസാണെന്ന് പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയണം. കാരണം ഞങ്ങൾ നിർഭയ ഹോം നടത്തുന്ന ആളുകളാണ്, ഞാനും ഉഷയും. നിർഭയ ഹോമിൽ വരുന്ന കേസുകൾ, ചൈൽഡ് സെക്ഷൽ അബ്യൂസിൻ്റെ എത്ര കേസുകൾ വേണം നിങ്ങൾക്ക്? വളരെ ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ എത്ര വേണം നിങ്ങളുടെ മുന്നിൽ നിരത്താൻ? അച്ഛൻ മകളെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തമായി വിയോജിക്കേണ്ടി വരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് എന്നാണ് ഉഷയ്ക്ക് വേണ്ടി കൂടി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് നടന്നിട്ടില്ല, വെറുതെ പറയണ ഒരു കുട്ടി, അങ്ങനെ ഒരു കുട്ടി സ്വന്തം അച്ഛനെക്കുറിച്ച് വെറുതെ പറയുക എന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. എവിഡൻസ്, തെളിവ് നിയമം നമ്മുടെ നാട്ടിൽ നമുക്കറിയാതെ എങ്ങനെയൊക്കെ വെള്ളം ചേർത്തപ്പെടാം എന്നുള്ളത്. തെളിവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും വെള്ളം ചേർക്കപ്പെടുന്നതാണ്. പലതരത്തിലുള്ള സ്വാധീനങ്ങൾ, പോലീസാണ് തെളിവുകൾ കണ്ടെത്തേണ്ടത്. ഈ പോലീസിൻ്റെ ആർക്കൊക്കെ സ്വാധീനിക്കാൻ പറ്റും? പണത്തിന് സ്വാധീനിക്കാൻ പറ്റുമോ? രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ പറ്റുമോ? എങ്കിൽ തെളിവിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും കേസിൽ എന്നുള്ളത് അനുഭവമാണ്. അപ്പോൾ ലാക്ക് ഓഫ് യൂസ് ഓഫ് ലോ ഫോർ വിമൻ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, അല്ലാതെ ദുരുപയോഗമല്ല. തീർച്ചയായും ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം, അത് ഞാൻ നിഷേധിക്കുകയല്ല. ഈ എക്സെപ്ഷൻസ് ഒരു വാസ്റ്റ്, ഒരു വിപുലമായ സമൂഹത്തിലെ വലിയൊരു യാഥാർത്ഥ്യത്തിന് ഒരു തടസ്സമായിട്ട് വരേണ്ട ഒരു കാര്യമല്ല. ഈ എക്സെപ്ഷൻസിനെ എക്സെപ്ഷൻസായിട്ട് കാണുകയും അതിനെ ശക്തമായി നേരിടുകയും ചെയ്യുമ്പോൾ തന്നെ അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്. ആത്മഹത്യയുടെ വക്കത്തെത്തിയിട്ടാണ് പല കേസുകളും ഞങ്ങളെപ്പോലുള്ള സംഘടനകളിൽ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മുതൽക്ക് വേണം നമുക്ക് ഈ പ്രശ്നത്തെ പഠിക്കാൻ. നമുക്കെല്ലാം പറയാനുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ വിഷയം തന്നെയാണ്. ഇതെല്ലാം നമ്മൾ നിയമത്തിലുള്ള പാളിച്ചകളും അല്ലെങ്കിൽ അനുകൂല വിധികളും അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനൊരു പരിഹാരം കൂടി നമ്മൾ കണ്ടുവെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്ന കോടതിയിൽ ഞാനിപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒന്ന് അവിടെ പോയി, എന്താണ് ഇത്, ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞു വെച്ച് സംസാരിക്കണമല്ലോ. അപ്പോൾ അവിടെ കാണുന്നത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിൽ നേരത്തെ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത അമ്മയെയും അവിടെ കോടതിയുടെ മുമ്പിൽ ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലാത്ത മരുമകളോ അല്ലെങ്കിൽ ഒരു സ്ത്രീ, നമുക്ക് സ്ത്രീ എന്ന് പറയാം, അവിടെ അമ്മ, മരുമകൾ, മകൾ എന്നൊന്നും വേണ്ട. പക്ഷേ ഇവരെല്ലാം ഇതിൽ പലരും പുറത്ത് വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഇവിടുത്തെ കോടതിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, നമ്മൾ സ്ത്രീകൾക്ക്, ഭൂരിപക്ഷം സ്ത്രീകൾക്ക്, അതായത് 99% സ്ത്രീകൾക്കും കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിറയലാണ് ആദ്യം. അപ്പോൾ ഈ സ്ത്രീകൾ നിന്നിങ്ങനെ അപ്പോൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഇവർക്ക് എന്താ ഒരു പന്തികേട്, യഥാർത്ഥത്തിൽ അവർ ഉള്ളിൽ ഭയന്നുകൊണ്ടാണ് എന്തൊക്കെയായിരിക്കും ഇവിടെ ചോദിക്കുന്നത്, ഞാൻ എന്തിനൊക്കെയാണ് ഇവിടെ ഉത്തരം പറയേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യം കോടതി ഒരു പരിധിവരെ മനസ്സിലാക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് എന്തുകൊണ്ടും സ്ത്രീകളെ ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തിയിട്ട് സ്ത്രീകൾ മാത്രമായിട്ട് തന്നെ അത് ഏത് കേസാണെങ്കിലും ഒരു പരിഗണന അവർക്ക് കൊടുത്തേ പറ്റൂ. കാരണം അവർ മാനസികമായി ഒട്ടും തയ്യാറെടുത്തുകൊണ്ടല്ല വരുന്നത്. ഇപ്പോൾ നമുക്ക് ബലാത്സംഗത്തിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പം എൻ്റെ മുമ്പിൽ വന്നൊരു ബലാത്സംഗ കേസ്, ഈ ബലാത്സംഗ കേസ് പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം രാഷ്ട്രീയക്കാർ എന്നോട് ചോദിച്ച ചോദ്യം, അതിലെന്തോ കള്ളത്തരമില്ലേ എന്ന് ചോദിച്ചു.
രാഷ്ട്രീയക്കാരാണ് ഏറ്റവും അധികം ആ ചോദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ ഉൾപ്പെടുമ്പോൾ അത് കള്ളത്തരമായിരിക്കണമല്ലോ, കള്ളത്തരമാക്കാനാണല്ലോ നിങ്ങൾക്ക് താല്പര്യവും എന്ന് ഞാൻ അവരോട് ചോദിച്ചത്. അതായത് നമ്മുടെ ഒരു നാടിൻ്റെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയും ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ ജീവിച്ചിരുന്നാൽ ആ പെൺകുട്ടിയെ നമ്മൾ വീണ്ടും 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 പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വടക്കാഞ്ചേരി പെൺകുട്ടി തന്നെ ഓരോ ദിവസവും കഴിയുമ്പോഴും എന്നെ വിളിച്ചു പറയും, ഓ എൻ്റെ മാഡം ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യം എൻ്റെ അടുത്ത് വന്ന് ആ കുട്ടി പറഞ്ഞത്, ഈ 4 പേരുടെ കഥകളും പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആ കുട്ടിയോട് പറഞ്ഞത്, ഒന്നിനും തെളിവില്ല. എന്തോ നമ്മുടെ കോടതിയിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഇവിടെ സത്യത്തിനല്ല, ഇവിടെ തെളിവിനാണ് പ്രാധാന്യം. അപ്പം സത്യം എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ സത്യത്തിനെ കുഴിച്ച് തോണ്ടി 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 വരുമ്പോൾ ആദ്യം വരുന്നത് തെളിവുകളാണ്. സത്യം അതിൻ്റെയും അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുവരെ പോകാനുള്ള സമയം നമുക്കില്ല. നമുക്കിവിടെ കേസുകൾ കെട്ടിക്കിടക്കുക. അപ്പോൾ പെട്ടെന്ന് തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു, നമ്മളത് വിധി പ്രഖ്യാപിച്ചു, നമ്മൾ വിട്ടു. അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റ്, ഞാൻ എപ്പോഴും പറയും, ഏറ്റവും ഭംഗിയായിട്ട് നുണയെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഏറ്റവും നല്ല അഡ്വക്കേറ്റായി പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ പെൺകുട്ടി എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞത്, ഈ 4 പേർ തന്നെ പീഡിപ്പിച്ചു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആ കുട്ടി ഉറക്കെ നിലവിളിച്ച് സമൂഹം, അതായത് എൻ്റെ ഫ്ലാറ്റിൻ്റെ ചുറ്റിലുമുള്ള 4 ഫ്ലാറ്റിലുള്ളവരും ഓടി വന്നു ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട്. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കാണ്. ഈ പോലീസ് ആ കുട്ടിയെ ആ 4 പേർ പീഡിപ്പിച്ചതിലധികം ചോദ്യങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഇവിടെ നിയമത്തിൽ കുറച്ചുകൂടി ഒരു ശക്തമായ നിയമം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ആ കുട്ടിക്ക് വ്യക്തമായി എന്തായിരിക്കും ഈ കോടതിയിൽ നീ നേരിടേണ്ടി വരുന്നത് എന്നൊരു നല്ല ക്ലാസ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വടക്കാഞ്ചേരി കുട്ടിയെ നമ്മളിപ്പോൾ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. നിന്നോട് ഇങ്ങനെ ചോദിക്കും, നിന്നോട് അവർ എങ്ങനെയൊക്കെയാണ് ഇത്, നമ്മളിങ്ങനെ ചോദിച്ച് ഈ കുട്ടിയെ നമ്മൾ ആ കേസുമായിട്ട് യൂസ്ഡ് ആക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഈ കുട്ടി പതറിപ്പോവും. നേരത്തെ പറഞ്ഞതുപോലെ അജിത ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വിതുര കേസ് സ്വാധീനിക്കപ്പെട്ട് തന്നെയാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി കോടതി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടിയുള്ളൊരു ചിരിയാണ്. അപ്പോൾ ആ കുട്ടി ഞങ്ങളോട് പറയുന്നത് ഓരോ ചോദ്യങ്ങളും, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു സ്ത്രീയാണ്, എനിക്കറിയില്ല, ചിലപ്പോൾ കുറച്ചുകൂടെ അഡ്വക്കേറ്റ് സജിക്ക് അത് അറിയാമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ആവുമ്പോൾ ഇത്തരം ക്രൂരമായ ചോദ്യങ്ങൾ കുറച്ച് കുറയുമോ എന്ന് സംശയം. ജഡ്ജിയുടെ പൊസിഷനിലിരിക്കുന്നവരും അഡ്വക്കേറ്റും 2 പേരും സ്ത്രീ ആവുമ്പോൾ ആ സ്ത്രീയുടെ ഒരു മാനസിക വ്യഥ കുറച്ചുകൂടെ ഗൗരവത്തിൽ വേദനയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വടക്കാഞ്ചേരി കുട്ടിയുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം ഭയമായിരുന്നു. എന്തായിരിക്കും, ഞാൻ അവിടെ പോയി തെളിവുകളെല്ലാം നശിച്ചു. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജിഷയുടെ കേസിലാണെങ്കിലും സൗമ്യയുടെ ഗോവിന്ദച്ചാമി ഒന്നും ചെയ്തിട്ടില്ല. ഗോവിന്ദച്ചാമി വളരെ നിഷ്കളങ്കനായിരുന്നു. സൗമ്യ പിന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ സൗമ്യ എന്തിൻ്റെയോ ക്യാരിയറായിരുന്നു. സൗമ്യ ആ ക്യാരിയർ ആയതുകൊണ്ട് ബാഗ് പിടിച്ചു പറിക്കാനാണ് ഗോവിന്ദച്ചാമി പോയത് എന്നായി. ഡൽഹി ഗ്യാങ് റേപ്പിലും പറഞ്ഞത് എന്താണ്, ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നൊരു പെണ്ണ്. ജിഷയുടെ കേസിലും പറഞ്ഞു നാടൊട്ടുക്ക് വളരെ ചീത്തപ്പേരുള്ള. അപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് പറയുകയും അത് കുറേ കൂടെ വളച്ചൊടിച്ച് കേസിലേക്ക് കൊണ്ടുവന്ന് കോടതിയുടെ മുമ്പാകെ അങ്ങനെയുള്ള സ്ത്രീകളെ കുറേ കൂടെ മോശമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. വടക്കാഞ്ചേരി കേസ് പലരും ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും ഉടനെ എവിടുന്നെങ്കിലും, പ്രത്യേകിച്ച് ആ പ്രദേശത്ത് നിന്ന് തന്നെയായിരിക്കും, ആ
പ്രതികളുള്ള പ്രദേശത്ത് നിന്ന് പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ടവരുള്ള പ്രദേശത്ത് നിന്ന് എന്തായി വടക്കാഞ്ചേരി കേസ്? എൻ്റെ തൊഴിൽ കേസ് നടത്തലല്ല, എങ്കിലും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി ഇന്ന് വളരെ ശക്തയായി അത് ഫേസ് ചെയ്യുന്നു. പക്ഷെ ആ കുട്ടി എന്നോട് പറയുന്നത്, എന്നോട് സംസാരിക്കുന്നവരെല്ലാം സ്ത്രീകളാണ്, അതുകൊണ്ട് ഞാൻ വളരെ കംഫർട്ടബിളാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്ത്രീയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്, പിന്നെ വനിതാ കമ്മീഷനിൽ പിന്നെ സ്ത്രീ ചേച്ചി, അങ്ങനെ എല്ലാവരും എനിക്ക്. അപ്പോൾ ആ പെൺകുട്ടി ഇന്ന് എൻ്റെ മുമ്പിൽ അന്ന് വന്ന ഒരു പെൺകുട്ടിയല്ല, ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇന്ന് അവൾ വളരെ ശക്തയാണ്. എന്ത് വേണമെങ്കിലും ചോദിക്കട്ടെ, ഈ കോടതിയിൽ എന്ത് വൃത്തികേടും എന്നോട് ചോദിക്കട്ടെ, ഞാൻ എന്തിനും ഉത്തരം പറയാൻ ഞാൻ ധൈര്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്ത്രീകളെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം കൂടെ നടത്തണം. അത് ഗാർഹിക പീഡനമാണെങ്കിലും ലൈംഗിക പീഡനമാണെങ്കിലും സ്ത്രീകളെ കുറച്ചുകൂടി അത്തരം വിഷയങ്ങളിൽ എങ്ങനെ ശാക്തീകരിക്കാം എന്നുകൂടി അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ എറിഞ്ഞു കൊടുക്കാം എന്ന് പറയും. എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ഞാനാണ് കേസ് ഫയൽ ചെയ്തത്, പക്ഷേ ഓപ്പോസിറ്റ് അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അയാളുമായിട്ട് ബന്ധമില്ലേ, ഇയാൾക്ക് ബന്ധം, മറ്റേ ആളുമായിട്ട് ബന്ധമില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ട്, ഒരുപാട് പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, എന്നെ വിട്ടേക്ക്, കാര്യം കഴിഞ്ഞില്ലേ, ഞാൻ ഡൈവോഴ്സ് അല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക. അതെ, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാനിപ്പോൾ നിയമത്തിൻ്റെ മുമ്പ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യത്തോടു കൂടെ ധൈര്യമാണ് ഒരു സ്ത്രീ നിയമത്തിൻ്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ ധൈര്യമായി നിൽക്കുക. അയ്യോ, നമുക്കെതിരെ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നല്ലോ, സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുന്നല്ലോ, അതൊന്നും ഭയപ്പെടരുത്. എന്തും പറയട്ടെ, ഞാൻ എൻ്റെ ഉള്ളിൽ സത്യം എന്നൊന്നുണ്ടെങ്കിൽ ആ സത്യത്തിന് വേണ്ടി ഞാൻ എവിടെ വരെ വേണമെങ്കിലും ഞാൻ ഇതേ ധൈര്യത്തോടു കൂടി പോകും എന്ന് ഒരു സ്ത്രീ തീരുമാനിച്ചാൽ ഇവിടെ ഒരു കോടതിയിലും ഒരു സ്ത്രീയും നിന്ന് വിറയ്ക്കേണ്ടതില്ല. നേരത്തെ സജി പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ വിയോജിക്കുന്നില്ല. കാരണം അത് നമ്മൾ ഈ ആണധികാരത്തിൻ്റെ ഈ ചില വാദങ്ങളുണ്ട്. അതായത് നിയമം ദുരുപയോഗം ചെയ്യുമെന്നുള്ള വാദം നമ്മൾ നിരന്തരം ഓരോ നിയമം വരുമ്പോഴും കേൾക്കുന്നതാണ്. കാരണം അത് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അധികം ചർച്ച ചെയ്യപ്പെടുക അത് ദുരുപയോഗം ചെയ്യുക. അപ്പോൾ ഈ ആണധികാരത്തിൻ്റെ ഒരു വളരെ സംതൃപ്തമായിട്ടുള്ളൊരു വാദമുഖമാണ് അവിടെ കേട്ടത്. അതിനോട് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറെ ചില കാര്യങ്ങളോട് എനിക്ക് ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അതെൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും അജിത പറഞ്ഞതിനോട് ചേർത്ത് ഈ പോക്സോ ആയിട്ട് ചേർന്ന്, പോക്സോ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, ആൺകുട്ടികൾക്കും കൂടി ഉള്ളതാണ്. പക്ഷെ സജി പറഞ്ഞപ്പോൾ അത് ആ രീതിയിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമുള്ളതാണ് എന്നുള്ളതല്ല, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ നിയമം. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെട്ട ഒരു കേസിൽ, നിർഭയ ഹോമിലുള്ളൊരു കുട്ടിയുടെ ഒരു കേസ് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു. കാരണം ആ കുട്ടി 6 വയസ്സുള്ള സമയത്താണ് നമ്മുടെ അടുത്ത് എത്തിയത്. അച്ഛനാണ്, ശിശുപാലൻ എന്ന് പറയുന്ന അച്ഛനായിരുന്നു പ്രതി. അയാൾ നല്ല പേരായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ആ കുട്ടി നമ്മുടെ ഹോമിൽ വരുന്നു. അച്ഛൻ അറസ്റ്റിലായി. അച്ഛൻ 2 വർഷം ജയിലിൽ കിടന്നതിന് ശേഷമാണ് കേസ് ട്രയലിന് വരുന്നത്. അപ്പോൾ ഈ കുട്ടി വളരെ എപ്പോഴും പേടിയുള്ളൊരു കുട്ടിയായിരുന്നു. കാരണം ഈ ഒരു കസ്റ്റോഡിയൽ വയലൻസാണ്. കുടുംബം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുട്ടികളെ വളർത്താനാണ് പ്രധാനമായിട്ടും കുടുംബം തന്നെ നിലനിൽക്കുന്നത്. അവിടെയാണ് ഇതൊരു കസ്റ്റോഡിയൽ വയലൻസ് തന്നെയാണ്. അച്ഛൻ കുട്ടിയായതുകൊണ്ട്, അച്ഛൻ്റെ മകളായതുകൊണ്ട് വേറൊരിടത്തും പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നതുകൊണ്ട് ആ കുട്ടി ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടിയെ ട്രയലിന് കൊണ്ടുപോയി. ആ സമയത്ത് കുട്ടികൾക്കും ആയിട്ടുള്ള പ്രത്യേക കോടതിയിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഒരു ചോദ്യം ഉണ്ടായി വക്കീലിൻ്റെ. കുട്ടിയോട് ചോദിച്ചത് ഇതാണ്: അച്ഛനെ ഇഷ്ടമല്ലേ? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയോട് അച്ഛനെ ഇഷ്ടമല്ലേ എന്ന് പൊതുവായിട്ട് ചോദിച്ചാൽ, ഇഷ്ടമല്ല എന്ന് പറയാനുള്ളൊരു അധികാരമോ അവകാശമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യമോ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നില്ല.
അതുതന്നെ കുട്ടി ഒന്നും പറഞ്ഞില്ല, പക്ഷേ അച്ഛനെ ഇഷ്ടമാണോന്നോ ഇഷ്ടമല്ലേന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ടായിരുന്നു. നേരത്തെ തെളിവുകളാണ് എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ തെളിവുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു തന്ത്രം വളരെ കൃത്യമായി കോടതിയിൽ നടക്കും. കാരണം ഈ കുട്ടി 7 വയസ്സിൽ താഴെ ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് അമ്മയുടെ സമ്മതം ആവശ്യമാണ്. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ അതിന് സമ്മതം കൊടുത്തില്ല. കാരണം അച്ഛൻ ഉപദ്രവിച്ചിട്ടില്ല എന്നും അഥവാ ഉപദ്രവിച്ചാൽ തന്നെ ആ കുട്ടി അത് സഹിക്കേണ്ടതുമാണെന്നുള്ള പക്ഷമാണ് അമ്മയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അമ്മ കൺസെൻറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് മെഡിക്കൽ എവിഡൻസ് ഇല്ല. മാത്രമല്ല, ഈ മെഡിക്കൽ എവിഡൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, പോക്സോ കേസിൽ പെനിട്രേഷൻ നടക്കാൻ സാധ്യമില്ലാത്തപ്പോഴും കോടതി വിചാരിക്കുന്നത് 376 അതേ എവിഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം 6 വയസ്സായ കുട്ടിയെ മെഡിക്കൽ എവിഡൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള എവിഡൻസ് ഒക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ കുട്ടിയുടെ എവിഡൻസ് എടുക്കാൻ ഈ മെഡിക്കൽ എവിഡൻസ് എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അത് കോടതിയുടെ മുന്നിൽ തെളിവായില്ല. അവസാനം ആ അച്ഛന് ശിക്ഷ കിട്ടിയത് 5 വർഷമാണ്. ഈ ട്രയൽ നടക്കുമ്പോൾ തന്നെ 2 വർഷം കഴിഞ്ഞിരുന്നു, പിന്നെ 3 വർഷം. പിന്നെ അതിനേക്കാൾ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഫൈനായിട്ട് 10,000 രൂപ. അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഈ കുട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ ജുഡീഷ്യൽ അക്കാഡമിയിൽ വേറൊരു ഡിസ്കഷന് വേണ്ടി പോയ സമയത്ത് ഞാൻ ഈ പ്രശ്നം അവിടെ അവതരിപ്പിച്ചു. 10,000 രൂപ ഫൈൻ ഇടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഉടനെ പറഞ്ഞു അയാൾ വളരെ പാവപ്പെട്ട ആളാണ്, അയാൾക്കധികം പൈസയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ കോടതി ആരെയാണ് കാണുന്നതെന്ന്? 6 വയസ്സിൽ അച്ഛനാൽ ഉപദ്രവിക്കപ്പെട്ട് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുന്ന, ഇനി ജീവിതം വഴിമുട്ടിന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പെൺകുട്ടി പോക്സോ നിയമമുള്ള ഒരു കോടതിയിൽ ഈ കുട്ടിയെ ആരും കാണുന്നുണ്ടോ? അച്ഛന് പൈസ ഇല്ല എന്നുള്ളതും അച്ഛൻ ദുർബലനാണെന്നുള്ളതും 10,000 രൂപ അയാൾക്ക് പിഴ അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും, പിന്നെ വലിയ തെളിവൊന്നും അവതരിപ്പിക്കാൻ കുട്ടിയെക്കൊണ്ട് ഞങ്ങളെക്കൊണ്ടും കഴിയാത്തത് കൊണ്ട് 5 വർഷമേ ശിക്ഷ വേണ്ടൂ എന്നും വിചാരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കുടുംബം, എന്തിനാണ് ഈ നിയമം എന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും ആലോചിക്കേണ്ടി വരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പോക്സോ കേസുകൾ ശിക്ഷിക്കപ്പെടുന്നത് 7% 2015-16 ശിക്ഷിക്കപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് എപ്പോഴും വർദ്ധിക്കുന്നത്. പിന്നെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അച്ചടിച്ച് വന്നുകൊണ്ട് നമ്മളൊക്കെ അങ്ങ് സത്യമാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. കാരണം ഒരു വാർത്ത അച്ചടിപ്പിക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. നമുക്കറിയാം വാർത്തയിൽ അല്ലെങ്കിൽ വാർത്ത തന്നെ നമുക്ക് വാർത്ത ഉണ്ടാക്കി കൊടുത്ത് ചർച്ച ചെയ്ത് ഈ കുറേ പ്രാവശ്യം ചർച്ച ചെയ്തുമ്പോൾ അത് ശരിയായിട്ടോ തെറ്റായിട്ടോ ഒക്കെ ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ കേസുകൾ നമ്മളുടെ ഇതിലുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ വേറെ സ്ഥലത്ത് ചെന്നിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അച്ചടിച്ച് വന്നുകൊണ്ട് അത് നമ്മളെല്ലാവരും വിശ്വസിച്ചു, ആ നിയമം മൊത്തം പോയി എന്നും ഭയങ്കര ക്രൂരമായി പോയി എന്നും പറയരുത്. നിരവധി കുട്ടികൾ ശിക്ഷിക്കപ്പെടാതെയും വളരെ ചെറുതായി ശിക്ഷിക്കപ്പെട്ടും കിടക്കുന്ന ഒരു കാര്യമാണ് ഈ പോക്സോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്.